വേദാന്തം എന്ന് ഇന്ന് പ്രചലിതമായ, ഇന്ന് അറിയപ്പെടുന്ന വേദാന്തം എന്ന് പറയുന്ന വിഷയവും വേദാന്തവും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചും അവ തമ്മിലുള്ള പരസ്പര വിരോധത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഈ വേദാന്തം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായ ചർച്ചാ വിഷയം. പഠനത്തിനു വേണ്ടി ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ വിഷയം. കാരണം ഏറ്റവും പ്രധാനമായ വിഷയം ഉപാസന. നമുക്കറിയാം, ഉപാസന നമ്മൾ ചെയ്യാത്ത പക്ഷം, ഉപാസന വേണ്ട രീതിയിൽ ആവാത്ത പക്ഷം, വേണ്ട രീതിയിലുള്ള സമർപ്പണ ഭാവം ഉപാസനയിൽ ഇല്ലെങ്കിൽ നമ്മുടെ പഠനവും നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യവും നഷ്ടപ്പെട്ടു. കാരണം വേദത്തിനും വേദാന്തത്തിനും ഒക്കെ ഒരു കൃത്യമായ ശൈലി, ആ ശൈലി ജീവിതത്തിന്റെ ഉപാസനാ രീതികൾ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് മോക്ഷം അഥവാ മുമുക്ഷുത്വത്തിന് അധികാരിയായിട്ട്. മോക്ഷം അഥവാ മുമുക്ഷുത്വം എന്ന് പറയുന്ന ആത്യന്തികമായ മനുഷ്യനോട് ലൗകികമായ ദൃഷ്ടിയിൽ ലൗകികമായ എന്തെല്ലാം നേടിയാലും അതെല്ലാം നമുക്ക് കർമ്മത്തെ കൂടുതൽ കൂടുതൽ കർമ്മങ്ങളിലേക്ക് എത്തിക്കാമെന്നല്ലാതെ ആത്യന്തികമായി കർമ്മങ്ങളിൽ നിന്നുള്ള വിമുക്തി ലഭിക്കുന്നതിൽ കൂടി മാത്രമാണ് മനുഷ്യന് ജീവിതത്തിൽ നേട്ടേണ്ടത്. മനുഷ്യ ജന്മം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നരജന്മം സുദുർലഭമാണ്. ദുർലഭമായി കിട്ടുന്ന നരജന്മത്തിൽ, ഈ കിട്ടുന്ന ജന്മത്തിലെ ഏറ്റവും പ്രധാന വിഷയം മോക്ഷം കിട്ടുക എന്നതാണ്. അപ്പൊ മോക്ഷത്തിന് വേണ്ടിയാണ് നരജന്മത്തിൽ പരിശ്രമിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, താഴ്ന്ന നീച യോനികളിൽ പതിച്ച ആളുകൾ, നീച യോനികളിൽ ജനിച്ച ആളുകൾക്ക് ആ ജീവിതത്തിനെ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാതെ വരും. അപ്പൊ അങ്ങനെ വലിയ നേട്ടങ്ങൾ കഴിയണമെങ്കിൽ ഉപാസനായോഗ്യമായ ശരീരം ആവശ്യമുണ്ട്. ഉപാസനയ്ക്ക് അനുഷ്ഠിക്കാൻ ഉപാസനയ്ക്ക് യോഗ്യമായ ഒരു ശരീരം കിട്ടണം. അപ്പോ കന്നുകാലികൾക്കോ പശുവിനോ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഉപാസന ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യന് മാത്രമാണ് ഉപാസന ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം മനുഷ്യന് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. ഇവയെല്ലാം ചേർന്നുള്ള ഒരു ജീവിത ശൈലി മനുഷ്യന് ഉണ്ടായ സാഹചര്യം കൊണ്ടും ജന്മം കൊണ്ടും വന്നു ചേർന്നു. അപ്പോ ജന്മം കൊണ്ട് മനുഷ്യന് മാത്രമേ മോക്ഷം നേടാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യജന്മം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുമ്മായ്മ കൊണ്ടും കുശുമ്പ് കൊണ്ടും താഴെക്കടയുള്ള ചിന്തകൾ കൊണ്ടും നശിപ്പിക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവർ ശ്രദ്ധിക്കും. ബുദ്ധിയുള്ളവർ വളരെ ശ്രദ്ധിക്കും, താഴെക്കടയിലേക്ക് പതിക്കാതിരിക്കും. അപ്പൊ താഴെക്കടയിലേക്ക് പതിക്കുന്നത് ബോധപൂർവമല്ല. ഒരാള് അയാളുടെ വാസനകളെയാണ് പുറത്തെടുക്കുന്നത്. അയാൾ ജന്മജന്മാന്തരങ്ങളായി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് ഇന്നത്തെ ഈ നിലയിലുള്ള നാമരൂപങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോ ഒരു നാമവും നിങ്ങൾക്കിപ്പോ ഒരു രൂപവും. ആ നാമരൂപങ്ങളിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണ്? എത്രയോ കാലങ്ങൾ കൊണ്ടുള്ള ജന്മങ്ങൾ കൊണ്ടാണ്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, അനേക ജന്മങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ജന്മത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, എത്രയോ ജന്മങ്ങളുടെ ഓരോ ജന്മത്തിലെയും ആർജിച്ച സംസ്കാരങ്ങൾ നിങ്ങളിൽ എന്തുണ്ട്? വളരെ ശക്തമായി ഉറഞ്ഞു കിടക്കുന്നു. ആ ഉറഞ്ഞു കിടക്കുന്ന നമ്മുടെ വാസനകള് പലതരത്തിലുള്ള വിഷയങ്ങളോട് അടുപ്പമുള്ളതാണ്. ചില വിഷയങ്ങളോടാണ് നമ്മുടെ അടുപ്പം അത്രയും. അത് നമ്മുടെ ഉള്ളിലുള്ള വാസനകളുടെ ഫലമാണ്. ആ വാസനകളുടെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു വിഷയത്തോട് ആസക്തി, ഒരു വിഷയത്തോട് താല്പര്യം വർദ്ധിക്കും. ഏത് വിഷയമോ ആകട്ടെ. ചിലർക്ക് ലൗകിക വിഷയങ്ങളിൽ ധനസമ്പാദനം ഒരു വിഷയമായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ലൗകിക വിഷയത്തിൽ തന്നെ ഭൂമി സമ്പാദനം ഒരു വിഷയമായിരിക്കും. അതിനോട് താല്പര്യം വർദ്ധിക്കും. വേറെ ചില ആളുകൾക്ക് ലൗകിക വിഷയത്തിൽ തന്നെ മറ്റ് സമ്പത്ത് ആർജിക്കുന്നതിലോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലോ അതുമല്ലെങ്കിൽ ലൗകിക വ്യവഹാരങ്ങളിലോ, ഇപ്പൊ പുസ്തക വായന അതൊരു വാസനയാണ്. നോക്കൂ, രണ്ട് തരത്തിലാണ്. പുസ്തക വായന പലപ്പോഴും
തെറ്റിദ്ധരിക്കുന്നത് പോലെ ആത്മജ്ഞാനത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കരുത്. കാരണം പുസ്തകം വായിച്ച് അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്? ആത്മജ്ഞാനം ഉണ്ടാവുന്നത്. അപ്പോ ലൗകിക ജ്ഞാനം എന്ന് പറയുന്നത് ലൗകികമായ വിവിധ വിഷയങ്ങളിൽ, പലതരത്തിലുള്ള വിഷയങ്ങൾ, ലൗകികമായി അനവധി വിഷയങ്ങൾ, ആ അനവധി വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടലുണ്ടാവാം, നിങ്ങൾക്ക് അതിനോട് അടുപ്പമുണ്ടാവാം, പലതരത്തിലുള്ള വിഷയങ്ങളോട് ആസക്തി ഉണ്ടാവാം. അപ്പോ അത് ധനാർജനം, അല്ലെങ്കിൽ ലൗകിക സമ്പത്തിന്റെ അർജനം, അതല്ലെങ്കിൽ കൗടില്യമായി പുത്രന്മാരോടോ പുത്രിമാരോടുള്ള അമിതമായ ആവേശം, ചെയ്യുന്ന മറ്റു ചില ജോലിയോടുള്ള താല്പര്യം കൊണ്ട് വർദ്ധിച്ച താല്പര്യം, ഒട്ടൽ. ഉദാഹരണത്തിന് ഒരു കർഷകൻ വളരെ ശ്രമപ്പെട്ടൊരു വാഴ വെച്ചു. ആ വാഴ കാറ്റത്ത് നശിച്ചു പോയി. ഉടനെ അതിനെ സംബന്ധിച്ച് ദുഃഖമുണ്ടായി. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ മനസ്സിലാക്കുന്നില്ല, ഇത് ഈശ്വരേച്ഛയാണ്, എന്റെ ജോലി ഈ കർമ്മം ചെയ്യൽ മാത്രമാണ്. ഇതിന്റെ ഫലത്തെ സംബന്ധിച്ച് എനിക്കിതിന്റെ മുകളിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. എനിക്ക് ചെയ്യാവുന്നത് അത്രയും എനിക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞും അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്റെ കയ്യിലുള്ളതല്ല അത് എന്ന് ഈശ്വര സമർപ്പണം ചെയ്യാനുള്ള ബോധം. ഈ ബോധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ? യഥാർത്ഥമായ സമർപ്പണം അഥവാ ഉപാസന എന്ന് വിളിക്കുന്നത്. ആ ബോധം ഉണ്ടാവുക, അതായത് ലൗകിക വിഷയങ്ങളോട് അപാരമായ കൃഷ്ണ, അസാധാരണമായ ഒരു അടിയറവ് പറച്ചിൽ, ഇതുണ്ടാവാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അതിന് ലൗകിക വിഷയങ്ങൾ പലതരത്തിലാണ്. കാരണം വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലൗകിക വിഷയങ്ങൾ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വിവിധ തരത്തിലാകാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, കൃഷി ചെയ്യുമ്പോൾ വാഴ വെച്ചു, വാഴ ഒടിഞ്ഞു പോയി. വാഴ ഒടിഞ്ഞു പോയതിന് കാരണക്കാരൻ നിങ്ങളല്ല. കാറ്റും മഴയും അതിന്റെ പ്രകൃതിജന്യമായ അവസ്ഥകളും ഉണ്ടായത് നിങ്ങൾ കാരണമല്ല. ആണോ? അല്ല. അത് ഒടിഞ്ഞു പോകണം. ഇനി അതിൽ ദുഃഖിക്കുന്നത് ആ വസ്തുവിനോടുള്ള അല്പമല്ലാത്ത, അനല്പമായ, അമിതമായ ദുഃഖമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അപ്പോ വാഴ വെക്കുന്നത് മാത്രമാണോ പ്രകൃതി? അങ്ങനെ ഉദാഹരണമായി കണ്ട് ആചാര്യൻ പറഞ്ഞത് വാഴ വെക്കുന്നത് സംബന്ധിച്ചാണ്. ഞാൻ വാഴ വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് വിഷയമല്ലാതെ കരുതരുത്. ഉദ്ദേശിച്ചത് വാഴ വെക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും, ഏതിലെല്ലാം നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ബന്ധപ്പെടുന്നുണ്ടോ അതിനുള്ള വ്യഥകളെല്ലാം, അതിൽ വരുന്ന വീഴ്ചകളെല്ലാം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാണ്? ലൗകിക ജീവിതത്തിൽ വീണിരിക്കും. ആ ലൗകിക ജീവിതത്തിനെ താണ്ടി മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ആധ്യാത്മികമായിട്ട് പറയുന്നത്. ഇതാണ് ആധ്യാത്മികത. എന്താണ് ആധ്യാത്മികത? ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ആധ്യാത്മികത. താപത്രയങ്ങൾ, പലതരത്തിലുള്ള താപങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാവും മനുഷ്യൻ. ആ മനുഷ്യ ദുഃഖങ്ങളെ നമുക്ക് പലതായി വേർതിരിക്കാം. ലൗകികമായി സാമ്പത്തികമായ ശേഷിയില്ലായ്മ, ഭൗതികമായ സാഹചര്യങ്ങളില്ലായ്മ, ഇത് ഭൗതികമായ ദുഃഖങ്ങളാണ്. എന്നാൽ അമിതമായ മഴ, ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന വലിയ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അത് മറ്റൊരു തരത്തിലുള്ള ദുഃഖമാണ്. മൂന്നാമത്തെ ദുഃഖം തന്റെ ഉള്ളിൽ നിന്ന് തന്നെ തനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. തന്റെ ഉള്ളിൽ നിന്ന് തന്നെ താനായി സങ്കല്പിച്ചുണ്ടാക്കുന്ന ദുഃഖങ്ങൾ. വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് ദുഃഖങ്ങളെ മുകളിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. ആദ്യത്തെ രണ്ട് ദുഃഖങ്ങൾ, അതായത് ഭൗതികമായ ധനസമ്പാദനത്തെ സംബന്ധിച്ചിടത്തോളം
ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഈ അർത്ഥത്തിൽ എടുക്കണം. ഇതാണ് ഗീതയുടെ മുഖ്യ സന്ദേശം. ഇതാണ് മുഖ്യ സന്ദേശം. അപ്പോ ഈ ലൗകികമായ വിഷയങ്ങൾ നമ്മളുടെ രണ്ട് തരത്തിൽ നമ്മളെ സ്വാധീനിക്കാം. ഒന്ന് ഭൗതികമായ നേരിട്ടുള്ള ധനാഗമന വിദ്യകളും വസ്ത്ര അന്നപാനീയങ്ങളും. മറ്റൊന്നോ ഇടി മിന്നൽ എന്നീ തരത്തിൽ. മൂന്നാമത്തെ ദുഃഖം അവനാളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അവനാളിൽ നിന്ന് തന്നെ ഉണ്ടാവും. എന്താ കാരണം? ഏതെങ്കിലും വസ്തുക്കളോടുള്ള അമിതമായ പ്രിയം, അതിനെയാണ് നമ്മൾ രാഗം എന്ന് വിളിക്കുന്നത്. അമിതമായ പ്രിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാഗം എന്ന് വിളിക്കുന്നത്. അമിതമായ പ്രിയത്തിൽ ഒരു വസ്തു എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു എനിക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ, രാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ദ്വേഷം അഥവാ ദേഷ്യം, ക്രോധം നമ്മെ ഭരിക്കാൻ തുടങ്ങും. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു കിട്ടുന്നില്ല. അപ്പോ എന്റെ മനസ്സിൽ അതീവ ദുഃഖമുളവാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് രാഗം, മറ്റൊന്ന് അതിന്റെ അനന്തരഫലമായി വരുന്ന ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിങ്ങനെ പോകുന്നു അതിന്റെ രീതികൾ. അപ്പോ ഇവിടെ വലിയ വിഷയം വരുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം വരുന്നത്. നോക്കൂ, ഇതിൽ യഥാർത്ഥത്തിൽ ഏതിനെ പ്രതിയാണ് ഞാൻ ദുഃഖിക്കേണ്ടത്, ഏതിനെ പ്രതിയാണ് ഞാൻ സന്തോഷിക്കേണ്ടത്? സന്തോഷത്തിന്റെ വഴി എന്താ? സുഖത്തിന്റെ വഴി എന്താ? ആനന്ദത്തിന്റെ വഴി എന്താ? ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് വേദാന്തം ചുരുക്കത്തിൽ. അപ്പോ ലൗകിക വിഷയങ്ങൾ അനവധി തരത്തിലുള്ള വിഷയങ്ങൾ, നമ്മളെ കാണുന്ന വിധങ്ങളായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ പതിക്കാം. അങ്ങനെ ശ്രദ്ധ പതിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അമിതമായി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. ഐ ലൈക്ക് എക്സ്, ഐ ലൈക്ക് ഹിം മോർ, ഐ ലൈക്ക് ഹിം ദ മോസ്റ്റ്. സോ അയാളിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്നിൽ എന്തുണ്ടാക്കുന്നു? ദുഃഖങ്ങൾ ഉണ്ടാകും. കാരണം എനിക്ക് ആ വ്യക്തിയെ പ്രതിയുള്ള എൻ്റെ രാഗം അമിതമായ ആവേശമാണ്, ബന്ധമാണ്, ബന്ധനമാണ്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ടാണ് ഉപാസനകൾ ആരംഭിക്കുന്നത്. അപ്പൊ ഉപാസനയുടെ ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് രാഗമുള്ള വസ്തുക്കൾ, നമുക്ക് രാഗമുണ്ടാക്കുന്ന വസ്തുക്കളുണ്ട്. ധാരാളം വസ്തുക്കൾ ഈ ലോകത്ത് നമുക്ക് ധാരാളം വസ്തുക്കളോട് പ്രിയമുണ്ടായിരുന്നു. ആ പ്രിയമുണ്ടായിരുന്ന വസ്തുക്കളെ നമുക്ക് ഈ പ്രകൃതി എന്ന് ഒറ്റയടിക്കും. കാരണം പ്രകൃതിയിലുള്ള വസ്തുക്കളോടാണ് നമുക്ക് രാഗമുള്ളത്, ബന്ധമുള്ളത്, ബന്ധനമുള്ളത്, സ്നേഹമുള്ളത്, അല്ലെങ്കിൽ താല്പര്യം. പുതിയ ചുരിദാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ പുതിയ സാരി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ ടി വി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ ഐപാഡ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ലൗകികമായി നോക്കിയാൽ ഇതെല്ലാം പ്രകൃതിജന്യമാണ്. ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് ക്ലാസിഫിക്കേഷൻ, മാത്തമാറ്റിക്കൽ ഓർഡർ. നമ്മളിതെല്ലാം ഒരു ഗണിതശാസ്ത്രത്തിന്റെ യുക്തിയിൽ വേർതിരിക്കുകയാണ്. മനുഷ്യന്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ, താപത്രയങ്ങളെ തരണം ചെയ്യണം. നമ്മൾ ദുഃഖം വരുന്ന ആ ദുഃഖങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആ പരിശ്രമത്തിനെയാണ് വേദാന്തം എന്ന് വിളിക്കുന്നത്. ആ പരിശ്രമത്തിലെ ആദ്യ ഭാഗമാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഓരോ വിഷയങ്ങളെ കുറിച്ചും തിരിച്ചറിഞ്ഞ് ഏതിനോട് സ്നേഹം, ഏതിനോട് സ്നേഹമില്ലായ്മ എന്ന് തിരിച്ചറിയാം. ഏതിനോടാണ് നമുക്ക് മുഖ്യമായി പ്രണയം വേണ്ടത്, ഏതിനോട് രാഗം വേണം, ഏതിനോട് രാഗം വേണ്ട, ഈ വിഷയങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞാലല്ലേ ദുഃഖങ്ങളിൽ നിന്ന് അകലാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നതെല്ലാം വാസ്തവത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നത് അയാളുടെ രൂപഭാവങ്ങളെയാണ് എന്ന് 99% ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെയല്ലേ? രൂപഭാവങ്ങളെയല്ലേ
അങ്ങനെ എല്ലാ ആത്മാക്കളെയും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. ചില ആത്മാക്കളെ മാത്രം കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അയാളുടെ രൂപഭാവങ്ങളാണ്. അയാളുടെ അംഗപ്രത്യംഗ ഭാവങ്ങളും നാമരൂപങ്ങളുമാണ് എന്നെ ആകർഷിച്ചിരിക്കുന്നത്. നോക്കൂ, സ്വർണം വാങ്ങാനാണെങ്കിൽ സ്വർണം മാത്രം വാങ്ങിയാൽ മതിയല്ലോ. പക്ഷേ പലരും എന്താണ് ചെയ്യുന്നത്? പാലക്കാമാല വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മുല്ല മൊട്ടുമാല വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ കാശുമാല വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ ദശാവതാരത്തിന്റെ വള വാങ്ങിക്കുന്നു. എന്താ കാര്യം? ആ വസ്തുക്കളോട്, വാസ്തവത്തിൽ എന്തിനോ സ്വർണത്തോടല്ല പ്രിയം. എന്തിനോടാണ് പ്രിയം? അതിന്റെ നാമത്തിനോടും അതിന്റെ രൂപത്തോടുമാണ്. നമ്മളിപ്പോ ഒരു ജ്വല്ലറിയിൽ പോയാൽ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വള വേണോ, മോതിരം വേണോ, ചെയിൻ വേണോ എന്നോ. അല്ലാണ്ട് നിങ്ങൾക്ക് സ്വർണം വേണോ എന്ന് ആരും ചോദിക്കാറുണ്ടോ? ഇല്ല. മാത്രമല്ല, നമ്മൾ സ്വർണം വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ട്. സ്വർണം വാങ്ങിത്തരാൻ നിങ്ങൾക്ക് വിഷമമായിരിക്കും. നിങ്ങൾ കോയിൻ മതി, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ അവർ തരുമോ? ബാർ വേണം എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? അവർ പറയാം അത് വേണ്ട, അത് വലിയ സ്റ്റോക്കിലാണ്. കാരണം അതിൽ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ വാങ്ങുന്ന ആഭരണാദികളിലാണ് അവരുടെ താല്പര്യങ്ങളുള്ളത്, നാമരൂപങ്ങൾ. നിങ്ങൾക്ക് നാമരൂപങ്ങളോടുള്ള താല്പര്യത്തെയാണ് കച്ചവടമാക്കി മാറ്റി നിങ്ങളുടെ പണസമ്പാദനത്തിന്റെയോ പണവിപണനത്തിന്റെയോ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ലൗകിക ദൃഷ്ടിയിൽ, വ്യാപാര ദൃഷ്ടിയിൽ വേദാന്തത്തിന് പ്രാധാന്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇതാണ് വേദാന്തം പഠിക്കുന്ന രീതിയാണ് ഞാൻ പറയുമ്പോൾ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ സദാ ഉണ്ടാകേണ്ട വികാരത്തെയാണ് വേദാന്തം എന്ന് വിളിക്കുന്നത്. അപ്പൊ വേദാന്തം എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിൽ പോയി നിന്ന് പഠിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. ഈ കാണുന്ന പ്രകൃതിയിലെ ലൗകിക വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പ്രകൃതിയിൽ നിന്നുള്ളതാണ്. പ്രകൃതിയാണ് നമ്മളുടെ ഇഷ്ടവിനോദം. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി അങ്ങനെ നോക്കുമ്പോ ആർക്കാണ് ഈ ഇഷ്ടം ഉണ്ടായത്? ആർക്കാണ് ഇഷ്ടം ഉണ്ടായത്? വിഷയത്തോട്, വസ്തുവിനോട് പ്രിയവും അപ്രിയവും ഉണ്ടായത്. എനിക്ക് മസാല ദോശ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്തിഷ്ടമല്ല? സാധാരണ ദോശ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നേരെ വസ്തു ഇഷ്ടമല്ല. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ആര് തീരുമാനിക്കും? രണ്ടും മാവുകൊണ്ടുണ്ടാക്കുന്ന സാധനം തന്നെ. രണ്ടും മാവുകൊണ്ടുണ്ടാക്കുന്ന സാധനം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഉണ്ടാക്കുന്ന വസ്തുവിലെ മാറ്റം എനിക്ക് പ്രിയ അപ്രിയങ്ങൾ ഉണ്ടാക്കുന്നു. ചിലതിൽ പ്രിയവും ചിലതിൽ അപ്രിയവും ഉണ്ടാക്കുന്നത്. ആർക്കാണ് ഈ പ്രിയവും അപ്രിയവും ഉണ്ടാക്കുന്നത്? ആർക്കാണ്? നമുക്കാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രിയ അപ്രിയം ഉണ്ടോ? ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടാണ്. നമ്മൾ രണ്ടാളും ഒന്നാണെന്ന് ഭാര്യയും ഭർത്താവും പറയാറുണ്ട്, അല്ലേ? പക്ഷേ ഭാര്യയ്ക്ക് വിഷമങ്ങളൊക്കെ ഭർത്താവിന് വിഷമങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഭർത്താവിന് വിഷമങ്ങളൊക്കെ ഭാര്യയ്ക്ക് വിഷമമൊന്നുമില്ല. ഭാര്യയുടെ താല്പര്യങ്ങൾ ആയിക്കൊള്ളണമെന്നുണ്ടോ ഭർത്താവിന്? ഇല്ല. നോക്കൂ, അനേക വിധങ്ങളായ ഇഷ്ടാനിഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഇതിൽ ഒരു കാര്യം മനസ്സിലായി. ഈ ഞാൻ എന്ന് പറയുന്നത് ഒന്നല്ല. ഞാൻ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അനേകം ഞാന്മാരുണ്ട്. അനേകം ഞാന്മാർ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാന്മാർ കുറെ ഉണ്ട്. ഞാനുണ്ട്, ബാബുണ്ട്, സുദർശനുണ്ട്, അങ്ങനെ കുറുപ്പുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, ശശീന്ദ്രനുണ്ട്, ചന്ദ്രനുണ്ട്, വിഷിത്തുണ്ട്, വിവേകുണ്ട്, വിപിനുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, അല്ലെങ്കിൽ സുരേഷ് പെരുവായുണ്ട്, സന്തോഷുണ്ട്, വത്സനുണ്ട്, ചന്ദ്രശേഖരനുണ്ട്. എത്ര ഉണ്ടോ അത്രയും ജീവാത്മാക്കളുണ്ട് എന്ന കാര്യത്തിൽ അസംഖ്യം. എത്രയുണ്ട്? അസംഖ്യം ജീവാത്മാക്കൾ. അസംഖ്യം, എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ധാരാളം ജീവാത്മാക്കൾ. ഈ ജീവാത്മാക്കൾ അത്രയും എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ ഭോഗിക്കുന്നത്? എവിടെ നിന്നാണ്?
നമ്മുടെ വെറുപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാവരും ജീവിക്കുന്നത് എവിടെ വെച്ചാൽ? ഇനിയൊരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതി, ഉപഭോഗിക്കുന്ന പ്രകൃതി, ഈ ഞാൻ, ഇതിന്റെ അസ്തിത്വം നിലനിൽക്കും ഏതിൽ നിന്നാണ്? എവിടെ നിന്നാണ് ഞാൻ ഉണ്ടായത്? ഏത് ലോകത്ത് നിന്നാണ് ഞാൻ ഇവിടെ വന്നത്? ഈ കാണുന്ന പ്രകൃതിയിൽ എല്ലാത്തിനും നിയമമുണ്ട്. നിയമമുള്ള ഈ പ്രകൃതി ആരുണ്ടാക്കി? ആ ഉണ്ടാക്കിയവനെ തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കില്ലേ? ഉണ്ടോ? ഈ ഉണ്ടാക്കിയവനെ കാണണ്ടേ? ആ കാണുന്നതല്ലേ പരമമായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ പരമമായ ജ്ഞാനം അറിവുണ്ടായാൽ മറ്റെല്ലാം പോയല്ലോ, മറ്റു താല്പര്യങ്ങൾ കുറയുമല്ലോ. ഭഗവാൻ ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുകയും ഭഗവാൻ ഇഷ്ടമില്ലാത്തതിനെ തള്ളുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായി വരും. ഒന്നും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് ചോദ്യം. തുളസി മേനോൻ ജീവിക്കുന്നത് തുളസി മേനോന്റെ നിയന്ത്രണത്തിലല്ല. തുളസി മേനോന്റെ അല്ലെങ്കിൽ എക്സിന്റെ, വൈന്റെ, സെറ്റിന്റെ ആരോട്ടെ, പേരുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ആ ഉദാഹരണം പറയുന്ന വ്യക്തി ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ടോ? എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെ ഭരിക്കുന്നുണ്ടോ? എന്നെ ഇഷ്ടാനിഷ്ടങ്ങളാണോ ഭരിക്കുന്നത്, അഥവാ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാനാണോ ഭരിക്കുന്നത്? അനുഭവം എന്താ? പലതും വേണ്ട എന്ന് വെക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ പോയിട്ട് നോക്കൂ, നമ്മളെ മോഹിപ്പിക്കുന്നു. സത്യമാണോ? എന്താ മോഹിപ്പിക്കുന്നത്? ഈ പ്രകൃതി നമ്മെ മോഹിപ്പിക്കുന്നു. പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും എന്നെ മോഹിപ്പിക്കുക. ആ മോഹ വലയത്തിലാണ് ഞാൻ. ആത്മാർത്ഥമായി പറഞ്ഞാൽ ആ മോഹ വലയത്തിലാണ് ഞാൻ. ഈ മോഹ വലയത്തിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ആരെ കാണാൻ കഴിയുന്നില്ല? ഇതിനെ എല്ലാം സൃഷ്ടിച്ച പരമമായ ഭഗവാൻ ഇതിനകത്തെല്ലാം ഉണ്ടായെങ്കിലും എന്റെ മോഹം കൊണ്ട് ഇതിലെല്ലാം അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഉപരിപരമായ എല്ലാം എന്നെ മോഹിപ്പിക്കുകയും മോഹവലയത്തിലാക്കുകയും വിവിധങ്ങളായ കർമ്മങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യും. വിവിധങ്ങളായ കർമ്മങ്ങൾക്ക് പ്രേരണ, അത് കിട്ടണം, ഇത് കിട്ടണം, മറ്റേത് കിട്ടണം, മറിച്ചത് കിട്ടണം, അത് കിട്ടണം. കാരണം ഒക്കെ ഭൗതിക വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ ഞാൻ ആമഗ്നനായി. ഇപ്പൊ എന്നെ ഭരിക്കുന്നത് ഞാനല്ല, പുറത്തെ വസ്തുക്കളാണ്. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളെയും അറിവാകുന്നവ വന്നു ചേർന്ന് അവ ഞാനായി മാറുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിന്റെ വിഷയങ്ങൾ ഓരോന്നിലേക്ക് കടക്കണം. അതാ ഞാൻ പറഞ്ഞത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. പലരും കരുതുന്നത് പോലെ ഇത് വേദാന്ത വിരുദ്ധമായ ചിന്തയല്ല. വളരെ ഉപാസനയുടെ ലോലമായ വഴികളിലൂടെ യാത്ര ചെയ്ത് നിത്യാനിത്യ വസ്തു വിവേകം, നിത്യമായതെന്ത് അനിത്യമായതെന്നുള്ള വസ്തു വിവേകം ഉണ്ടാകുന്നതിനുള്ള വഴിയാണ് ഏത് നിത്യം ഏത് അനിത്യം. അപ്പോ അനിത്യമായ വസ്തുക്കളുടെ വസ്തു ഉണ്ടോ? അപ്പോ പലരും പറയുന്നത് ചില വസ്തുക്കൾ നിത്യമല്ല. നിത്യമല്ലാത്തത് വസ്തുവിന്റെ രൂപമാണ്. ദേവദത്തൻ, ധനഞ്ജയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ നാമരൂപങ്ങൾക്കാണ് മാറ്റം വരുന്നത്. പക്ഷേ ഉള്ളിലുള്ള ആത്മാവിന് ഒരു മാറ്റവും വരുന്നില്ല. നിത്യം ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അയാളെ മാറ്റാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. നിത്യദുഃഖങ്ങൾ അനുഭവിക്കാൻ യോഗ്യമുള്ളവനെ മുഖ്യമായി അലട്ടിക്കൊണ്ടിരിക്കും. കാരണം ഏത് നിത്യമായതെന്ന് മനസ്സിലാക്കിയല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അസാധാരണമായ ദുഃഖം മനുഷ്യനെ വേട്ടയാടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ വേദം ഈ വിഷയത്തെ കുറിച്ച് പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണ് ആ മന്ത്രം?
സുപർണ, സയുജ, സഖായ, സമാനം, വൃക്ഷം, പരിഷസ്വജാതേ, തയോരന്യ പിപ്പലം, സ്വാദ്വനസ്, അസ്നന്യോ, അഭിചാരശ്. ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മണ്ഡലത്തിൽ 164-ാമത്തെ സൂക്തത്തിൽ 20-ാമത്തെ മന്ത്രമാണ് ഇത്. ദ്വാസുപർണ സൈജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സാധുത്വനസ്നന്യോ അഭിജാത. ദ്വാ രണ്ട്, ബ്രഹ്മം അഥവാ പരമാത്മാവ്, ജീവാത്മാവ്, ഇവ രണ്ടും. സുപർണ ചേതനത്വം, ചേതന ഉള്ളത്, പാലനത്വം പാലിക്കുക എന്നീ ഗുണങ്ങളുള്ള ഇത് കൊണ്ട് തുല്യമായ ഇവ രണ്ടും. ഈ ബ്രഹ്മവും ജീവനും ഒരു പൊതുവായ ഗുണമുള്ളത് അത് ചേതനത്വമുള്ളത്. രണ്ടിനും ചേതനം. ജീവാത്മാവും ചേതനം, പരമാത്മാവും ചേതനം. ജീവാത്മാവ് പാലനം ചെയ്യുന്നതാണ്, പരമാത്മാവും പാലനം ചെയ്യുന്നതാണ്. അവയുടെ നിയന്ത്രണത്തിൽ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ജീവാത്മാവ്. നേരിട്ട് പരമാത്മാവായി ഇടപെടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രോപ്പർട്ടി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിൽ മൂപ്പരിടപെടില്ല. എന്നാൽ ശരീരം വിട്ടുപോകുന്നു. ഈ ശരീരം വിട്ടുപോകുന്ന അവസ്ഥയിൽ ജീവാത്മാവിന് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ ആ അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് അഥവാ പരമാത്മാവ്. അദ്ദേഹമാണ് ജീവനെ അപ്പോൾ നിയന്ത്രിക്കുന്നത്. അതുവരെ ജീവനെ നിയന്ത്രിക്കാനുള്ള ടെറിട്ടറിയാണ് ശരീരം. പുരുഷരീരത്തെ ഇതി പുരുഷ. ശരീരമാകുന്ന പട്ടണത്തിൽ കിടക്കുന്നത് കൊണ്ട് പുരുഷൻ എന്നാണ് ഇതിന്റെ പേര്. പുരുഷരീരത്തെ ഇതി പുരുഷ. അപ്പോ ഈ കാണുന്ന ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് പുരുഷനായിരിക്കുന്ന ഞാൻ അഥവാ ജീവാത്മാവ്, ഞാൻ, എന്റെ ഈശ്വരനും എനിക്കും തമ്മിൽ സമാനതകളുണ്ട്. പാലിക്കുന്ന സ്വഭാവത്തിനും സമാനതകളുണ്ട്. രണ്ട് വിവിധ മേഖലകളിലാണ്. സയുജ വ്യാപ്യ വ്യാപക ഭാവത്തോട് കൂടിയവയാണിവ. വ്യാപ്യ വാപ്യ. വ്യാപ്യം എന്താണ്? വ്യാപ്യം എന്ന് പറഞ്ഞാൽ വ്യാപകം ആയിട്ടുള്ള ബന്ധത്തോട് കൂടിയതും. സഖായ എങ്ങനെയാണ്? പരസ്പരം മിത്രങ്ങളും. പരസ്പര മിത്രങ്ങളാണ് ഈശ്വരൻ ജീവാത്മാവും. പരസ്പര മിത്രങ്ങളാണ്. അനാദിയാണ്. ഒരു രണ്ടാളും തുടക്കം മുതലേ ഉണ്ട്. They are friends and they are from the beginning itself. യാതൊരു വ്യത്യാസമില്ല. പണ്ടുകാലം മുതലേ ഉണ്ട്. രണ്ടാൾക്കാരും തമ്മിൽ എന്തില്ല? ഒരു വ്യത്യാസവുമില്ല. നമ്മൾ പരസ്പരം നേരത്തെ ഉള്ളവരാണ്. അനാദിയായിട്ടുണ്ട്. ഈശ്വരൻ സൃഷ്ടിച്ചതല്ല ജീവാത്മാവ്. അങ്ങനെ കരുതരുത്. നിങ്ങളെ സൃഷ്ടിച്ചത് ഈശ്വരനല്ല, അത് അനാദിയാണ്. ഈ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചതിനൊക്കെ എന്തുണ്ട്? അന്ത്യമുണ്ടാവും. You should understand that. If there is a beginning, there should be an end. മനസ്സിലായോ? അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചതല്ല ഇത്. നേരത്തെയുള്ളതാണ്. എത്രയോ കാലങ്ങളായിട്ട് സനാതനമാണ്. പിന്നെ സഖാക്കളുമാണ്. They are friends. ഞാനും ഈശ്വരനും തമ്മിൽ സുഹൃത്തുക്കളാണ്. പിന്നെയോ സമാനം. അതേപോലെ വൃക്ഷം. ഇവർ രണ്ടാളും കൂടി ഒരു വൃക്ഷത്തിൽ മൂലരൂപമായ അനാദികാരണവും
തിന്നുന്ന സമയത്ത് സന്തോഷമായി, അനിഷ്ടം തിന്നുന്ന സമയത്ത് ഭഗവാനെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് നോക്കുന്നില്ലല്ലോ, ഞാൻ നിർമ്മിച്ചാരോ. ശരിയാണോ? ശരിയാണോ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഭാഗത്തിലേക്ക് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വരുന്നത്. അല്ലാണ്ട് വേദമില്ലാതെ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. പലരും പറയാറുണ്ട് വേദാന്തം എന്ന് പറയുന്നത് വേദത്തിന്റെ അവസാന ഭാഗമാണ്. ഇപ്പൊ ഞാൻ ഉദ്ധരിച്ച മന്ത്രം വേദത്തിലെ ഋഗ്വേദത്തിലെ 1-ാം അധ്യായത്തിലാണ്, 1-ാം മണ്ഡലത്തിലാണ്, 164-ാമത്തെ സൂക്തമാണ്. പിന്നെ എന്തും പറഞ്ഞു 20-ാമത്തെ മന്ത്രവുമാണ്. അപ്പോൾ എന്താ പറയുന്നത്? സ്വാദോടെ കൊത്തിത്തിന്നുന്നു ജീവാത്മാവ് ഈ ഫലങ്ങളെയൊക്കെ. ഈ ഫലങ്ങളെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൊത്തിത്തിന്നാണ് സ്വാദോട് കൂടി. അങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രകൃതിയാകുന്ന രൂപത്തിലെ നാമരൂപങ്ങളാകുന്ന ഫലസ്വരൂപങ്ങളെ, പഴങ്ങളെ വിവിധങ്ങളായി അനുഭവിക്കുന്നതിനെ പ്രതീകാത്മകമായി വർണ്ണിക്കുകയാണ് ഈ മന്ത്രത്തിൽ. എന്ന് പറയുന്നു എന്ന് പറയും. എങ്ങനെ കഴിക്കുന്നു? അനസ്നൻ, അനുഭവിക്കാതെ. എന്നാൽ ഇത് അനുഭവിക്കാതെ 4 ഭാഗത്തും അകത്തും പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുന്നു ഈശ്വരൻ. ഈശ്വരൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ജീവന്റെ ഉള്ളിലുണ്ട്, ജീവന്റെ പുറത്തുണ്ട്, പ്രകൃതിയിലുണ്ട്, പ്രകൃതിയുടെ പുറത്തും. മൂപ്പരിതൊന്നും തൊട്ടാണ്ട് ഇതിലൊന്നും ഒട്ടും ഒരു ലേപനവും ഇല്ലാതെ, ഇതിന്റെ മുകളിൽ സ്പർശിക്കുക പോലും ചെയ്യാതെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. 2 പക്ഷികളിൽ ഒന്ന് ഫലങ്ങൾ, പ്രകൃതിയാകുന്ന ഈ വൃക്ഷത്തിലെ ഫലങ്ങൾ നല്ലതും തീയതും സ്വാദോടുകൂടി ഭക്ഷിക്കും. എന്നാൽ മറ്റേ പക്ഷി ഇതിൽ യാതൊരുവിധ ബന്ധവുമില്ലാതെ മുകളിൽ നിന്നത് നോക്കിയിരിക്കുകയാണ്. അയാള് സർവത്ര വ്യാപിച്ചിരിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഇതിന്റെ മായിക വലയത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ചെലന്തി വലയിൽ ആരും പെട്ടിട്ടില്ല? ഭഗവാൻ. അതുകൊണ്ട് ഒരു ചോദ്യം വരികയാണ്, അങ്ങനെയാണെങ്കിൽ ഈശ്വര സ്വരൂപം അഥവാ ഈശ്വരൻ ആനന്ദത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് സച്ചിദാനന്ദൻ എന്നാണല്ലോ. ഈശ്വരന്റെ പേരെന്താണ്? സച്ചിദാനന്ദൻ. അദ്ദേഹം സച്ചിദാനന്ദനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം സച്ചിദാനന്ദനാവാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്താ കാരണം? അദ്ദേഹം ഈ പ്രകൃതിയാകുന്ന വൃക്ഷരൂപത്തിലുള്ള ഫലങ്ങളെ സ്വാദോടെ കൊത്തിത്തിന്നുന്നില്ല. എന്നാൽ നമ്മൾ അത് സ്വാദോടുകൂടി കൊത്തിത്തിന്നുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം, പിന്നെ എന്തിനാണ് ഈശ്വരത്വം ഉണ്ടാക്കിയത്? കൊത്തി തിന്നാണ്ടിരിക്കാനാണെങ്കിൽ? അല്ലല്ല, നിങ്ങൾ കൊത്തി തിന്നണം. കൊത്തി തിന്നണ്ട എന്ന് പറയുന്നില്ല. ഫലങ്ങളെ നിങ്ങൾ കൊത്തി തിന്നുക തന്നെ വേണം. എങ്ങനെയാണ് കൊത്തി തിന്നേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് വേദാന്തം പറയുന്നത്. എന്ത് പറയാണ്? കർമ്മലിപ്യതേ. കർമ്മങ്ങളിൽ ഒട്ടും ഒട്ടലില്ലാതെ വേണം നിങ്ങൾ കർമ്മം ചെയ്താൽ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈശ്വരന് തുല്യമായി മാറും. ഇപ്പൊ നിങ്ങൾ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കർമ്മം ചെയ്തേ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്ന വാസന പ്രബലമാകുകയാണ്. ചില ആളുകൾക്ക് പുളിച്ച വസ്തുക്കളോട് ഇഷ്ടം കൂടുതൽ, ചിലർക്ക് എരിവിനോട് കൂടുതൽ ഇഷ്ടം, ചിലർക്ക് മധുരത്തോട് പ്രിയം, വേറെ ചില ആൾക്ക് കറുപ്പിനോട് ഇഷ്ടം, വേറെ ആൾക്ക് ചുവപ്പിനോട് ഇഷ്ടം, വേറെ ആൾക്ക് വെള്ളയോട് ഇഷ്ടം, മറ്റു ചില ആളുകൾക്ക് മറ്റു ചില വസ്തുക്കളോട് ഇഷ്ടം. ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് എന്നെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഈ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ഈ ഫലങ്ങൾ കൊത്തി തിന്നാതെ നിൽക്കുന്ന ഭഗവാൻ എന്താണ്? ആനന്ദത്തിലാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടി വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ. അദ്ദേഹം സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ഈ ജഗത്തിനുള്ളിൽ
ഉള്ളിൽ പുറത്ത്. ഈശാവാസ്യം ഇതം സർവം യദകിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃത കശ്ചിദ്ധനം. ഈശാവാസ്യം ഇതം സർവം സർവത്ര ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈശ്വരനില്ലാത്ത ഒരിടവുമില്ല. അണോരണീയ മഹതോ മഹീയ. എന്റെ ജീവാത്മാവിന്റെ അണുവിന് അണുവായ എന്റെ ജീവാത്മാവിന്റെ ഉള്ളിലായുണ്ട് ഈശ്വരൻ. മഹതോ മഹീയാൻ പുറത്തു ഭാഗത്തും അതുണ്ട്. അങ്ങനെ ഈശ്വരൻ സർവത്രയുണ്ട്. പക്ഷെ ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? അകപ്പെട്ടു പോയിട്ടില്ല. പക്ഷെ ജീവാത്മാവായ ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടേതായ ബന്ധനങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഞാൻ എന്റെ ബന്ധനത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ബന്ധനത്തിൽ പെട്ട് കിടക്കും. അതുകൊണ്ട് ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനും ഞാൻ സച്ചിദാനന്ദ സ്വരൂപനല്ലാത്ത അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള എന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴുള്ള എന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതല്ലേ. കാരണം നമ്മളുടെ ഗുണങ്ങൾ ഏത് ഭാഗത്ത് എങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു ന്യായദർശനം. ന്യായദർശനം 6 ദർശനം നിങ്ങൾക്കറിയാലോ. സാങ്ക്യം, വൈശേഷികം, ന്യായം, മീമാംസ, വേദാന്താദി ദർശനങ്ങൾ ഇല്ലേ? സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, വേദാന്തം, ഇങ്ങനെ 6 ദർശനങ്ങൾക്കറിയാം. അതിൽ ന്യായദർശനത്തിൽ പറയുകയാണ് എന്താണ് ജീവാത്മാവ്. ജീവാത്മാവ് എന്താണെന്ന് അറിയാം. ഞാൻ എന്താണ്? ഈ ഞാൻ ആരാണെന്ന് അറിയണ്ടേ? ഞാൻ എന്ന് പറയുന്ന എല്ലാ ഞാന്മാർക്കുള്ള ഗുണങ്ങളാണ് പറയുന്നത്. എല്ലാ ഞാന്മാർക്കും കൃത്യമായ ചില ഗുണങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ പറയില്ലേ, ഇതിന്റെ വാല്യൂ ഇത്രയാണ്, ജലത്തിന്റെ വാല്യൂ ഇത്രയാണ്, കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ ഇത്രയാണെന്ന് പറയാറില്ല. അതേപോലെ എന്താണ് ജീവാത്മാവ്? ഇച്ഛ, ദ്വേഷ, പ്രയത്ന, സുഖ, ദുഃഖ, ജ്ഞാനാന്യ ആത്മനോ ലിംഗമിനി. ഇച്ഛ, ആഗ്രഹം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന ഓർമ്മയുണ്ടോ? ആഗ്രഹം വരിക, അത് കിട്ടാതിരിക്കുമ്പോൾ ദ്വേഷം, ക്രോധം ഉണ്ടാവുക. പിന്നെ പ്രയത്നം, ശ്രമം ഉണ്ടാവുക. നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവാത്മാവ് പ്രയത്നിക്കില്ലേ? ഇല്ലേ? നമ്മൾ കാറ് വാങ്ങാൻ പ്രയത്നിക്കുന്നു, നമ്മൾ സ്കൂട്ടർ വാങ്ങാൻ പ്രയത്നിക്കുന്നു, എന്നിട്ട് അതൊരു മൂലയിടുന്നു. പിന്നെ എന്നിട്ട് അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് പ്രണയമില്ല. അതുവരെ അത് ഉണ്ടാവണം ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വിമ്മിങ് മെഷീൻ വാങ്ങുന്നു, സ്വിമ്മിങ് മെഷീൻ വാങ്ങുന്നത് വരെ അത് കിട്ടിയാകുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ത്യ വീട്ടിലുള്ള എല്ലാ സംഗതികളും കീറി പറഞ്ഞു കിടക്കും. കിട്ടിക്കഴിഞ്ഞാലും കീറി പറഞ്ഞു കിടക്കും. പിന്നെ കാരണം എന്ന് വെച്ചാൽ അതിനോടുള്ള താല്പര്യമായുള്ളൂ. അപ്പൊ അത് പ്രയത്നം നടത്തുക. ഇച്ഛയുണ്ട്, അത് കിട്ടിയിട്ട് ദ്വേഷം വരും. ദ്വേഷം കഴിഞ്ഞിട്ട് പ്രയത്നിക്കും. നമ്മൾ എന്തിനും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രയത്നിക്കും. ഇല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എല്ലാ ജീവാത്മാക്കൾക്കും അത് ഫലമാണ്. അതായത് അവിടെ ശശീന്ദ്രനോ ഉണ്ണികൃഷ്ണനോ രവിയോ അല്ലെങ്കിൽ കുറുപ്പോ അതല്ലെങ്കിൽ പിന്നെ പ്രകാശനോ അജിനോ അജിത്തോ ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ള വിശിഷ്ട ഗുണങ്ങളാണ് ഈ പറയുന്നത്. ഇച്ഛ, ദ്വേഷ, പ്രയത്ന, സുഖ, ദുഃഖം. എന്തുണ്ടാവും? സുഖവും ദുഃഖവും അനുഭവിക്കാം. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കാം. ചൂട് വരുന്ന സമയത്ത് എന്തൊരു ചൂട്, ദുഃഖിക്കും ഇല്ലേ? തണുപ്പ് വരുന്ന സമയത്ത് എന്തൊരു തണുപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും ദുഃഖിക്കും. പിന്നെയോ ചില സമയത്ത് നമ്മൾ നല്ല ചൂടത്ത് AC എന്തൊരു സുഖം എന്ന് പറയും. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് പറയും തണുപ്പ് സഹിക്കാൻ വയ്യ, ദുഃഖം വരികയും അത് ഓഫാക്കുകയും ചെയ്യും. അപ്പോ നമ്മളുടെ സുഖ ദുഃഖങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ. അതാർക്കില്ല? ഈശ്വരൻ ഉണ്ടാവില്ല. കാരണം ഈശ്വരൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇദ്ദേഹം ഇതിൽ നിന്ന് അന്യമാണ്, സംശയമില്ലാത്ത വിഷയമാണ്. മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഈശ്വരൻ ഒന്നാണെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതെന്ന് ഇപ്പൊ തുടങ്ങണ്ട. ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ എത്തണ്ട. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുകയാണ്. നോക്കുക, പഠിക്കുക. ചിലപ്പോൾ ഈശ്വരനും ഞാനും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വേണ്ടേ? അപ്പൊ നോക്കുമ്പോ ശ്രമിക്കുമ്പോ ദുഃഖം, ജ്ഞാനാന്യ ആത്മനോ ലിംഗമിനി. പിന്നെ എന്താണ് നിൽക്കുന്നത്? നമുക്ക് ജ്ഞാനം അഥവാ വിവേകം ഉണ്ടാവും. നമുക്ക് പലപ്പോഴും വിവേകങ്ങൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് വിവേകങ്ങൾ ഉണ്ടാവും. എന്താ കാരണം അറിയോ? ഓരോ കാര്യങ്ങൾ അനുഭവിച്ചാണ് ആത്യന്തികമായ വിവേകം നമുക്ക്
നമ്മൾ പലരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. കാരണം അവരുടെ ജീവാത്മാക്കൾ ഇച്ഛ, ദ്വേഷ, പ്രയത്ന, സുഖ, ദുഃഖം എന്നീ മേഖലകളിൽ കൂടി ഇപ്പൊ കടന്നു പോവുക. ആ കടന്നു പോകുന്നതൊന്നും ദുഃഖമായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരപ്പോഴും കരുതുന്നത് എന്താണ്? ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ ആമഗ്നമായിരിക്കുമ്പോൾ കഠിനമായ ദുഃഖം വരുമ്പോൾ മാത്രമേ ഒയ്യോ എന്തൊരു ദുഃഖത്തിലാണ് ഞാനെന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വഭാവം, എന്റെ ലിംഗം, ഞാൻ എന്ന് പറയുന്ന സത്തയുടെ, ജീവാത്മാവ് എന്ന് പറയുന്ന സത്തയുടെ ലിംഗം, ചിഹ്നം എന്താണ്? ഞാൻ ആരാണെന്ന് അറിയാനുള്ള എളുപ്പ വഴി എന്താണ്? ആ എളുപ്പ വഴിയെ കുറിച്ച് പറയുകയാണ്. ഇച്ഛ, ദ്വേഷ, പ്രയത്ന, സുഖ, ദുഃഖ, ജ്ഞാനാത്മനോ ലിംഗമിതി. ഇനി അടുത്തതായിട്ട് പറയാം. ഇത് മാത്രം പോരാ, അത് ന്യായദർശനത്തിൽ 1-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ആഗ്രഹികത്തിൽ 10-ാമത്തെ സൂത്രം. എന്താണ് ഈ ആഗ്രഹികം എന്ന് പറഞ്ഞാൽ? ആഗ്രഹികം എന്ന് പറഞ്ഞാൽ ഒരു അധ്യായത്തില് വിവിധ ആഗ്രഹികങ്ങളുണ്ട് ന്യായദർശനത്തിലും വൈശേഷികതയിലും. ആഗ്രഹികം എന്ന് പറഞ്ഞാല് ഒരു ദിവസം പഠിക്കേണ്ട സൂത്രങ്ങൾ. അപ്പോ ഒരു ദർശനത്തില് ഒരു ആഗ്രഹികം എന്ന് പറഞ്ഞാൽ ആ ദിവസം എത്ര സൂത്രങ്ങൾ പഠിക്കണോ അതിനെയാണ് ആഗ്രഹികം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ദിവസം കാണാണ്ട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട സൂത്രങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആഗ്രഹികം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആഗ്രഹികത്തിലെ 10-ാമത്തെ സൂത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സൂത്രം. ഇനി നമുക്ക് വൈശേഷിക ദർശനത്തില് 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ആഗ്രഹികത്തിൽ 4-ാമത്തെ സൂത്രം എന്ന് പറയുന്നു ഞാൻ അഥവാ ജീവാത്മാവിനെ കുറിച്ച് എന്ന് നോക്കാം. അത് പഠിക്കേണ്ടതാണ്. പ്രാണാപാന നിമേഷോന്മേഷ മനോഗതി ഇന്ദ്രിയാന്തർവികാരാഃ സുഖ ദുഃഖേച്ഛ ദ്വേഷോ പ്രയത്നാശ്ചാത്മനോ ലിംഗാനി. പ്രാണാപാന നിമേഷോന്മേഷ മനോഗതി ഇന്ദ്രിയാന്തർവികാരാഃ സുഖ ദുഃഖേച്ഛ ദ്വേഷോ പ്രയത്നാശ്ചാത്മനോ ലിംഗാനി. എന്താണത്? പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പ്രാണൻ. അപാനൻ ഇത് ജീവാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെടുത്തുള്ള പശു ഒരു സാധനം കൊടുത്താൽ എന്ത് ചെയ്യും? അതൊന്ന് അതിന് നമ്മളെന്ത് ചെയ്യും? ചിലപ്പോൾ ചില ആളുകൾക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നായനെ എടുത്ത് വെച്ചു കൊടുക്കും. അപ്പോൾ നായ എന്ത് ചെയ്യും? നടിച്ചിട്ട് പറഞ്ഞ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? അപ്പോ പ്രാണൻ, അപാനൻ പുറത്തേക്ക്. ഇത് എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണൻ, അപാനൻ. പിന്നെ എന്താണത്? നിമേഷോ ഉന്മേഷ. എന്താണ് നിമേഷം? നിമേഷം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൾ അടയ്ക്കുക. ഉന്മേഷം കണ്ണുകൾ തുറന്നിരിക്കുക. ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ ഉന്മേഷമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് തുറന്നിരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിമേഷ, ഉന്മേഷ. പിന്നെ എന്താണ്? ജീവനം. ഒരു മുറി പറ്റിയാൽ ഉണങ്ങുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തില് അതിനകത്ത് ജീവനുള്ളത്. ജീവനില്ലാത്ത ശരീരത്തിൽ ഉണങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചില ജീവജാലങ്ങൾ വണ്ടി തട്ടി ചത്ത് കിടക്കുന്നുണ്ടാവോ? അങ്ങനെ തട്ടിക്കിടക്കുന്ന സമയത്ത് ആ മുറിവൊക്കെ ഉള്ള സാധനത്തിന്റെ മുറിവ് കൂടി കൂടി വന്ന് വ്രണങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ അതൊന്നും ഇല്ല, ഉണങ്ങൂല. കാരണം അതിനുള്ളിൽ ആയില്ല. മനസ്സിലായില്ലേ? പിന്നെന്താണ്? ഇന്ദ്രിയാന്തര വികാരം. എന്താണ് ഇന്ദ്രിയാന്തര വികാരം? അതെന്താണ് ഇന്ദ്രിയാന്തര വികാരം എന്ന് പറഞ്ഞാൽ? ഒരു ഇന്ദ്രിയത്തിനെ തൊടുമ്പോ മറ്റൊരു ഇന്ദ്രിയത്തിൽ അനുഭവങ്ങളുണ്ട്. ഒരു ഇന്ദ്രിയത്തിന് കാണാൻ വരുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ മറ്റൊന്നിൽ വികാരം ഉണ്ടാകും.
ഉദാഹരണം, പുളി കണ്ടാൽ വായും വെള്ളമില്ല. ഇത്ര എളുപ്പമാണ് ഇതൊക്കെ. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ പുളി കണ്ടപ്പോ ഇതൊക്കെ കാണിച്ചു. അപ്പൊ അത് ഇന്ദ്രിയ അന്തർവികാരം. ഇത് ജീവന്റെ ഗുണമാണ്. ജീവന്റെ ഗുണമാണ്. ഇതൊന്നും ആർക്കില്ല? ഭഗവാനില്ല. ജഡമായ പദാർത്ഥങ്ങൾക്കില്ല. ജഡമായ പദാർത്ഥങ്ങൾക്കും ഈ വികാരങ്ങളൊന്നുമില്ല. ഈ മേശയ്ക്ക് ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഉണ്ടോ? മുറി പറ്റിയ ഉണങ്ങ ഉണ്ടോ? ഇതിന്റെ മുകളിൽ പ്രാണാപാനം ഉണ്ടോ? നിമേഷ ഉന്മേഷ പരിപാടികളുണ്ടോ? നിങ്ങൾ പറയൂ, ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇത് ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വീട്ടിലെത്തുമ്പോൾ ഇത് തോന്നണം. എന്ത്? ഈ പറഞ്ഞ മേശയ്ക്ക് എന്തില്ല? നിമേഷ ഉന്മേഷമില്ല. ഈ പറയുന്ന കാറിന് ഈ ഗുണമില്ല. ഈ പറയുന്ന വാച്ചിന് ഈ ഗുണമില്ല. ഈ പറയുന്ന കണ്ണടയ്ക്ക് ഈ ഗുണമില്ല. കാരണം ഇതെല്ലാം ഏതിൽ നിന്ന് വന്നാണ്? ഇതൊന്നും ഗുണങ്ങളില്ലാത്ത വകയാണ്. എന്നാൽ നിഷിത്തിന് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിഷിത്തിന്റെ ഭാര്യ അയാൾക്ക് അത് മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം. പ്രാണാപാനന്മാരുണ്ട്, അല്ലേ? ദേവദത്തൻ വന്നാൽ ദേവദത്തന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോ പ്രാണാപാനന്മാരുണ്ട്. പിന്നെ ഇച്ഛന്റെ ആഗ്രഹമുണ്ട്. ചായ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, കാപ്പി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോ പിന്നെ എന്താണുള്ളത്? ഇന്ദ്രിയാന്തര വികാരം, സുഖം ദുഃഖം. പിന്നെ എന്തൊക്കെയാണുള്ളത്? സുഖ ദുഃഖേ ഇച്ഛാദ്വേഷവും പ്രയത്നാശ്ച മനോലിംഗാനി. പിന്നെ എന്തൊക്കെയാണ് ജീവനുള്ളത്? ദ്വേഷവും. ആഗ്രഹം വരുമ്പോ അത് സഫലമാകാതിരുന്നാൽ, ഞാൻ അന്നേ പറഞ്ഞതാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങി തന്നില്ലല്ലോ, ഇപ്പൊ വാങ്ങി തന്നില്ല. എന്ത് കാര്യം? ഇപ്പൊ എന്ത് പ്രയോജനം ഉണ്ടായി? എന്നൊക്കെ പറഞ്ഞുണ്ടാവുന്ന കലാപങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ പറയുന്ന സുഖദുഃഖങ്ങളെയും ഇച്ഛാദ്വേഷങ്ങളെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് ജീവന് മാത്രമേ ഉണ്ടാവൂ. പിന്നെയോ പ്രയത്നം. പിന്നെ എന്താ നമ്മൾ ചെയ്യാം? പ്രയത്നിക്കും. അതുപോലെ മറ്റൊരു പ്രധാന മനസ്സ്. ആത്മനുലിംഗാനി. മനസ്സ് ആത്മാത്തിന്റെ ലിംഗമാകുന്നു മനസ്സ്. എന്താണ് മനസ്സ്? മനസ്സിലൂടെയാണ് ഇത് ജഡമാണെന്ന്, ഇത് ചൈതന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഒരു വസ്തു ജഡമാണെങ്കിൽ അത് ജഡമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. പക്ഷെ ജഡത്തിൽ നിങ്ങൾ ചേതനാണെന്ന് പറയാൻ തുടങ്ങിയാലോ, അതിൽ ചൈതന്യമുണ്ട് എന്ന് പറയാൻ തുടങ്ങിയാൽ, ഇപ്പൊ മൊബൈൽ ഫോണിൽ കൂടി പാട്ട് കേൾക്കാം. പക്ഷെ മൊബൈൽ ഫോണിനെ നമ്മൾ ഏതെങ്കിലും സിനിമാ ഗായികയുടെ പേര് പറയാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ പേരെങ്ങനെ പറയോ? ഇല്ല. പക്ഷെ അത് ചേതനാണെന്ന് തോന്നാം. അതിനകത്ത് ചൈതന്യം ഉണ്ടെന്ന് തോന്നിക്കൂടെ? ഉണ്ടോ ഇല്ലയോ? പറ. ഉണ്ട്. അപ്പൊ ചേതനമാണെന്ന് കരുതി അതിനെ പൂജിക്കുകയും അത് ശരിയാണെന്ന് കരുതുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു. ഞാനത് വയ്ക്കും യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു, അത്രയും. അപ്പോ ഇതാണ് ജീവാത്മാവിന്റെ ഗുണങ്ങൾ. ഇനി ഈ കാണുന്ന പ്രകൃതി എന്ന് പറയുന്നതിന്റെ ഒരു സൂത്രവാക്യം. ഈ കാണുന്ന പ്രകൃതി നമ്മൾ ജീവൻ എന്താണെന്ന് പഠിച്ചു. ജീവൻ എന്താണെന്ന് പഠിച്ചേ ഞാനും നിങ്ങളും ഒക്കെ വിവിധങ്ങളായ ജീവാത്മാക്കളാണ്. എന്റെ ജീവാത്മാവിന്റെ സ്വഭാവമല്ല ഇയാളുടെ ജീവാത്മാവിന്റെ സ്വഭാവം. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എന്റെ കൂടെ ഇരിക്കുന്നവൻ ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. ഞാൻ 12 മണിക്ക് എഴുന്നേറ്റാൽ എന്റെ കൂടെ ഇരിക്കുന്നവൻ രാവിലെ ചിലപ്പോ 3 മണിക്ക് എഴുന്നേൽക്കും. ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മളിൽ വന്നു ചേരുന്നത് എന്റെ വാസനകൾ കൊണ്ടാണ്. അത് ഇച്ഛ, ദ്വേഷ,
സാംഖ്യദർശനം, കപിലാചാര്യന്റെ സാംഖ്യദർശനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ സൂത്രമാണ്. എന്താണ് പ്രകൃതി? പ്രകൃതിയെ കുറിച്ച് പറയാൻ എന്താണ് പ്രകൃതി? 25 തത്വങ്ങൾ പ്രകൃതിക്കകത്തുണ്ട്. ഈ പ്രകൃതിക്കകത്ത് എത്ര തത്വമുണ്ട്? 25 തത്വങ്ങൾ ഇരിക്കുന്നുണ്ട്. പറയും, ഓരോന്നായി പറയും. സത്വം രജസ് തമസ്, സത്വരജസ് തമസാം സാമ്യാവസ്ഥ പ്രകൃതി. സത്വം അഥവാ ശുദ്ധം, സത്വം എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്. രജസ് മധ്യമമായത്, തമ ജഡമായത് അഥവാ ജഡത ഉള്ള 3 വസ്തുക്കൾ ചേർന്നതാണ്, അവയുടെ സംഘാതമാണ്, കൂട്ടിച്ചേർപ്പാണ് പ്രകൃതി. കൂട്ടിച്ചേർപ്പാണ് പ്രകൃതി. ഈ കാണുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വ രജസ് തമസാം സാമ്യാവസ്ഥ പ്രകൃതി. പിന്നെയോ ഈ പ്രകൃതിയിൽ നിന്നുണ്ടാവും പ്രകൃതിയെ മഹത്തത്വം ഉണ്ടാവും. സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള മഹത്തത്വം ഉണ്ടാവും. ഈ മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. പിന്നെ എന്തുണ്ടാവും? മഹതോ അഹങ്കാര. എങ്ങനെ ഉണ്ടാവും? ഈ ബുദ്ധിയിൽ നിന്ന് അഹങ്കാരം അഥവാ ഞാൻ എന്ന ബോധം ഉണ്ടാവും. ഈ ഞാൻ എന്ന ബോധം വാസ്തവത്തിൽ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതാണ്, ജഡബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതിന്റെ ജീവാത്മാവിന്റെ നേരിട്ടുള്ള ഗുണമല്ല. പിന്നെയോ അഹങ്കാര പഞ്ചതന്മാത്ര, അതായത് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളാണ് പഞ്ചതന്മാത്ര. പഞ്ചഭൂതങ്ങൾ പൃഥ്വി തേജോ വായു ആകാശം. പൃഥ്വി ഭൂമി, അപ്പ് ജലം, പൃഥ്വി തേജോ അഗ്നി, വായു ആകാശം. ഈ 5 പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളായവയാണ് ഏത്? പഞ്ചതന്മാത്ര. ഈ പഞ്ചതന്മാത്രയിൽ നിന്ന് എന്തുണ്ടാവുന്നറിയോ? പഞ്ചതന്മാത്രയുഭയമിന്ദ്രിയം, 5 ഇന്ദ്രിയങ്ങൾ വീതം ഉണ്ടാവും. ഏതൊക്കെയാണ് 5 ഇന്ദ്രിയങ്ങൾ വീതം? 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും ഉൾപ്പെടെ 10 ഇന്ദ്രിയങ്ങൾ. ഇതിൽ നിന്ന് പഞ്ചതന്മാത്രേഭ്യ സ്ഥൂലഭൂതാനി പുരുഷൈഹി പഞ്ചവിംശതിർഗണ. എങ്ങനെ വരും? 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി 11ാമത്തേതായിട്ട് മനസ്സുണ്ടാവും. ഈ പഞ്ചതന്മാത്രകളിൽ നിന്നാണ് പൃഥ്വിയാദി പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ 24 തത്വങ്ങളുണ്ട്. ഇതിനോടുകൂടെ ജീവാത്മാവ് ചേരും. അപ്പൊ എത്രയായി? ഈശ്വരനോട് ചേരും. ആരായി? 26. അപ്പോ ജീവാത്മാവ് ഉൾപ്പെടെ 25 തത്വങ്ങൾ ഏതിനകത്തുണ്ട്? അപ്പോ ജീവാത്മാവ് വേറെ, പ്രകൃതി വേറെ. പ്രകൃതിയിൽ തന്നെ ഈശ്വരനും ജീവാത്മാവും അകപ്പെട്ട് നിൽക്കുന്നുണ്ട്, പുറത്തും നിൽക്കുന്നുണ്ട് ഭഗവാൻ അഥവാ ഈശ്വരൻ. അപ്പൊ ഈശ്വരന്റെ സ്വഭാവം എന്ത്? പ്രകൃതിയുടെ സ്വഭാവം എന്ത്? ജീവാത്മാവിന്റെ സ്വഭാവം. ഇനി എന്താണ് ഈശ്വരന്റെ ഗുണങ്ങൾ? എന്താണ് ഈശ്വരന്റെ ഗുണങ്ങൾ? ആകായം, ആവരണം, അശ്നാവിരം, ശുദ്ധം, അപാപവിധം, കവിർമനീഷി, സ്വയംഭൂരിയാധാരത്തിൽ വർത്താൻ, വേദശാശ്വതീഭ്യ സമാഭ്യ. ഈശാവാസ്യമുദ്ര
ശുദ്ധം, കവി ദീർഘദൃഷ്ടിയുള്ളവൻ, സ്വയം ആരും ഉണ്ടാക്കാതെ സ്വയം ഉണ്ടായവൻ, ശാശ്വതി ഭ്യസമാഭ്യ ഒരിക്കലും നഷ്ടപ്പെടാത്തവൻ. ആരും ഉണ്ടാക്കാത്തതായുള്ള അനാദിയാണ്, ആദ്യം മുതലുണ്ട്, അന്ത്യം വരെ ഉണ്ടാവുകയും. ഇനി അന്ത്യം അതിലില്ലായല്ല. മനസ്സിലായോ? അപ്പോ എന്താണ് ഈശ്വരൻ? വീണ്ടും ദർശനങ്ങളിലേക്ക് എടുത്തു പോയാൽ ക്ലേശ, കർമ്മ, വിഭാഗ, അപരാമൃഷ്ട, പുരുഷ വിശേഷ, ഈശ്വര. ക്ലേശം, കർമ്മം, കർമ്മഫലം, അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾ, ഇതൊന്നും തൊട്ടുതീണ്ടാത്ത വിശേഷ പുരുഷനാണ് ഈശ്വരൻ. ഇനി വീണ്ടും എടുത്ത് പരിശോധിച്ചാൽ, വീണ്ടും പരിശോധന നടത്തിയാൽ ഏത് തരത്തിലുള്ള ഈശ്വരനാണ് നമുക്ക് വേണ്ടത്, ആ ഈശ്വരനെ എങ്ങനെ ഉപാസിക്കാം എന്നിത്യാദി വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശ്വരൻ ഒരു കാരണവശാലും നാമരൂപങ്ങൾക്കുള്ളിലുള്ളവരല്ല, സർവവ്യാപിയാണ്. സഹി സർവവിത് സർവകർത്ത എന്ന് സാഖ്യദർശനം. സാഖ്യദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സഹി അവൻ തന്നെയാകുന്നു സർവവിത്ത്, എല്ലാത്തിന്റെയും കാരണക്കാരനായിരിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സർവ്വതിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനാണ്. സർവന്തര്യാമിയാണ്, എല്ലാത്തിന്റെയും ഉള്ളിലുണ്ട്, സർവജ്ഞനാണ്. എന്നാൽ ജീവാത്മാവ് സർവജ്ഞനല്ലാത്തത് കൊണ്ട് അവന് ദുഃഖമുണ്ട്. ഈ കാണുന്ന പ്രകൃതിയിലുള്ളത്, പ്രകൃതിക്ക് എല്ലായിടത്തും ഈശ്വരനുണ്ട്. ഏതെങ്കിലും ഒരിടത്ത് മാത്രം ഈശ്വരൻ കൂടുതലായിട്ടില്ല. സഹി സർവവിക്രമകർത്ത, അദ്ദേഹം എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചു വർത്തിക്കുന്ന സർവജ്ഞാനിയാണ്. അപ്പൊ മൂന്ന് അനാദി തത്വങ്ങൾ ഏതൊക്കെയാണ്? മൂന്ന് അനാദി തത്വങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള തയോരന്യ പിപ്പലം, പിപ്പല എന്ന് പറയുന്ന ആ പറയുന്ന വൃക്ഷത്തിന്റെ മുകളിൽ, പ്രകൃതിയാകുന്ന വൃക്ഷത്തിന്റെ മുകളിൽ വിവിധങ്ങളാകുന്ന ഫലങ്ങളെ തിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവാത്മാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതിന് ഇച്ഛയുണ്ട്, ആഗ്രഹമുണ്ട്, ദ്വേഷമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, പ്രയത്നമുണ്ട്, ജ്ഞാനം നേടാനുള്ള കഴിവുണ്ട്, അതേപോലെ ശ്വാസഗതിയുണ്ട്, പുറത്തേക്കും അകത്തേക്കും ശ്വാസം വലിക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. പിന്നെ കണ്ണുകൾ ഇമ വെട്ടുന്നു, അതാണ് ഉന്മേഷ നിമേഷ, അല്ലേ? പിന്നെന്താണ്? ജീവന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതേപോലെ പിന്നെ മനോഗതി, മനസ്സിന്റെ ഗതി മനസ്സിലാക്കാം. മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറിച്ച്, അതാണ് പിന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ശിവസങ്കല്പ സൂക്തം. അവിടെയാണ് പറയുന്നത്, യജാഗ്രതോ ദൂരമുദൈതി ദൈവം തതുസുപ്തസ്യ തദൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരൈവമസ്തു. എന്റെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് ഉറക്കത്തിലും അതെ, ജാഗ്രതയിലും അതെ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലയോ എന്റെ മനസ്സിനെ, അല്ലയോ ഭഗവാനെ, എന്ത് ചെയ്തു തരൂ? ശിവസങ്കല്പയുക്തമാക്കിയിട്ട് ഒരിടത്ത് നിർത്താൻ, ഒരു സ്ഥലത്ത് നിർത്താനുള്ള ശേഷി ഉണ്ടാക്കി തരണേ. എന്താണ് അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്താനുണ്ടാവുന്ന ഫലം? യോഗ ചിത്തവൃത്തി നിരോധ, യോഗം ചിത്തവൃത്തിയുടെ നിരോധമാകുന്നു എന്ന് യോഗദർശനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ ജഡബുദ്ധി ഉണ്ടായാൽ പറ്റില്ല. ജഡബുദ്ധി, ജഡത്തെ ഉപാസിക്കുന്നതിലൂടെ ജഡബുദ്ധി ഉണ്ടാകും. ചേതനത്തെ ഉപാസിക്കുന്നതിലൂടെ ചേതനത്വം ഉണ്ടാകും. ഏതൊന്ന് ചൈതന്യമായ വസ്തുവിനെ ഉപാസിക്കുന്നുവോ അപ്പോൾ ചൈതന്യമായ ഒരു ബുദ്ധി ഉണ്ടാവും. ഏതൊന്ന് ജഡത്തെ ഉപാസിക്കുന്നുവോ അപ്പോൾ ജഡബുദ്ധി ഉണ്ടാവും. ഇനിയോ ആളുകൾ ഇപ്പൊ പലരും പറയും, അയ്യോ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇത് ഞാൻ ഉറക്കം വരും എന്നൊക്കെ പറയാൻ കാരണം അലസത മനുഷ്യന്റെ ജീവാത്മാവിന്റെ കർമ്മഫലമാണ്. ജീവാത്മാവിന്റെ കർമ്മഫലമാണ് ഈ പറയുന്ന ആലസ്യം. ആ ആലസ്യം മുഖ്യമായ വാസനകൾ കൊണ്ട് വന്നു ചേരുന്നതാണ്. മുഖ്യമായ വാസനകളെ ഉപാസന കൊണ്ട് ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോ ആളുകൾ പറയുകയാണ്, ഈ കാണുന്ന പ്രകൃതി ഇല്ലാത്തതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത്
സാദൃശ്യങ്ങൾ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സാദൃശ്യവും വൈദൃശ്യവും, അതായത് ഒരേ സമയത്ത് ചില സാദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ എന്തുണ്ട്? വൈജാത്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഒരു വസ്തുവിന് സാദൃശ്യം ഉണ്ടാകാം, അതുകൊണ്ട് അത് ഒന്നാണ് എന്ന് പറയുന്നത് പലപ്പോഴും ശരിയല്ല. കാരണം ആടിനും പൂച്ചയ്ക്കും 4 കാലായതുകൊണ്ട് ആടും പൂച്ചയും ഒന്നല്ലല്ലോ. അപ്പൊ ആടും പൂച്ചയും രണ്ടാണ്. കാരണം അത് വസ്തുവിനെ കണ്ടാണ് അതിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നോക്കുമ്പോൾ ഗീതയിൽ പറയുകയാണ്, ഗീതയിലെ 16-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം പറയുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനകത്ത്. എന്താണെന്നറിയോ? അവിടെ പറയുന്നത് അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹേതുകം. എന്താണ് പറയുന്നത്? അസത്യമപ്രതിഷ്ഠം. ഈ കാണുന്ന പ്രകൃതി അസത്യമാണെന്ന് പറയുക. ഈ കാണുന്ന പ്രകൃതി അസത്യമാണെന്ന് പറയുക. അങ്ങനെ പറയരുത്. അപ്രതിഷ്ഠം, അതിനൊരു പ്രതിഷ്ഠ ഇല്ല എന്ന് പറയുക. അതായത് ഈ കാണുന്നൊന്നും ഇല്ലാത്തതാണ്, ഇതിനൊന്നും ഒരു ആധാരമില്ല, ഇത് കേവലം തോന്നല് മാത്രമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ജഗദാഹുരനീശ്വരം, ഇത് ഉണ്ടാക്കാൻ ഒരു ഈശ്വരന്റെ ആവശ്യമില്ല എന്ന് കരുതുക. പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഈ കാണുന്ന പ്രകൃതി അസത്യമാണെന്നും ഇതിന് ഒരു ആധികാരികത ഇല്ല എന്നും അതിനൊരു അടിസ്ഥാനമില്ല എന്നും ഈശ്വരനല്ല ഇത് സൃഷ്ടിച്ചത് എന്നും അപരസ്പര സംഭൂതം, അവ പരസ്പരമുള്ള ബന്ധമില്ലാതെ നിന്നാണ് ഉണ്ടായത് എന്നും ഇങ്ങനെ കരുതുന്നത് മഹാ ആസുരികമായ ചിന്തയാണ് എന്ന് ഗീത പറയുന്നു. അപ്പോൾ ഈ കാണുന്ന പ്രകൃതി ഇല്ലാത്തതാണെന്നും അത് നിങ്ങൾക്കൊരു തോന്നലാണെന്നും അത് ഈശ്വരന് അധിഷ്ഠാനമല്ല എന്നും ഇതിന് അടിസ്ഥാനമേ ഇല്ല എന്നും ആരെങ്കിലും പറഞ്ഞാൽ ഗീത തന്നെ പറയുന്നു അത് ആസുരികമായ കാഴ്ചപ്പാടാണ്, അത് ശരിയല്ല. ഗീതയുടെ അഭിപ്രായം അതാണ്. ഗീതയുടെ 16-ാം അധ്യായത്തിൽ 8-ാമത്തെ ഭാഗത്ത് ഇത് വളരെ കർക്കശമായി ഗീതയുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ ചില ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെറുങ്ങനെ ഒന്ന് കടന്നു പോകാം എന്ന് തോന്നുന്നു. ആ വിഷയത്തിലേക്ക് കൂടി കടന്നു പോകാം. മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രമുണ്ട്. മുണ്ടകോപനിഷത്തിലെ പ്രമുഖമായ ഒരു മന്ത്രം യഥാ യഥാ നദ്യ സ്യന്ദമാനാ സമുദ്രേസ്തം ഗച്ഛത നാമരൂപേ വിഹായ തദാ വിദ്വാൻ നാമരൂപാദ്യുക്തഃ പരാപരം പുരുഷമുപേതി ദിവ്യം. മുണ്ടകോപനിഷത്തിലെ 3:3-2. മുണ്ടകോപനിഷത്തിലെ 3:3-2. ഏതു പ്രകാരമാണ് നദികൾ ഒഴുകിച്ചെന്ന് സമുദ്രത്തിൽ നാമരൂപാദികൾ വെടിഞ്ഞ് അസ്തമിക്കുന്നത്, അതുപോലെ വിജ്ഞാനി നാമരൂപങ്ങളിൽ നിന്ന് വിമുക്തമായി സൂക്ഷ്മാതിസൂക്ഷ്മമായ അലൗകിക പുരുഷനെ പ്രാപിക്കുന്നു. അപ്പൊ ഒരു ചോദ്യം, ഈശ്വരനും ജീവാത്മാവും ഒന്നല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമുദ്രത്തിലെ ജല ഉദാഹരണം? സമുദ്രത്തിൽ പതിക്കുന്ന ജലം, നദിയുടെ ജലം പൂർണ്ണമായി ഇല്ലാണ്ടായി പോകും. ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതുപോലെയാണ് പരമാത്മാവ് എന്ന മഹാസമുദ്രത്തിൽ ജീവാത്മാവാകുന്ന നിങ്ങളെല്ലാം നദികൾ വന്നു പതിക്കുമ്പോൾ ഇല്ലാണ്ടാവും. നോക്കൂ, ഈ ഉദാഹരണത്തെ നമുക്കൊന്ന് ശരിക്കും പഠിക്കാം. ഇതിനകത്തെ ശ്ലോകം, ഈ മന്ത്രത്തിന്റെ രീതിയും അർത്ഥവും പഠിക്കാം. എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കാം. യഥാ നദ്യഃ സ്യന്ദമാനോ സമുദ്രേ അസ്തം ഗച്ഛത. എന്താണ് സമുദ്രത്തിൽ അസ്തം ഗച്ഛത? നാമരൂപേ വിഹായ. നാമരൂപങ്ങൾ എന്താണ് വരുന്നത്? ഇപ്പൊ ഞാൻ M.R. രാജേഷ്, ഞാൻ ഒരു ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നന്നായി പരിശ്രമിച്ചിട്ട് ഞാൻ ഈ സമുദ്രമാകുന്ന എതിലേക്ക് പോകുന്നു, പരമാത്മാവിലേക്ക് ശ്രമിക്കുക. അങ്ങനെ ഞാൻ പരമാത്മാവിൽ എത്തുമ്പോ പിന്നെ ഞാൻ അതിൽ ലയിക്കുന്നതോടുകൂടി, പിന്നെ ലയിക്കുകയല്ല, ഞാൻ അതിലേക്ക് ചേരുന്നതോടുകൂടി എന്റെ M.R. രാജേഷ് എന്ന പേരിനോ രൂപത്തിനോ ഫലമില്ലാതാകുന്നു എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക
ഇല്ലാത്തതുപോലെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ ഉദാഹരണത്തിൽ ഒരു വലിയ കുഴപ്പമുണ്ട്. ഇത് തികച്ചും ഭൗതികമായ ഒരു ഉദാഹരണമാണ്. ഇതിന് ആധ്യാത്മികത്തിൽ ഇത് ചേരില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇത് ഉപനിഷത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് ഉപനിഷത്തിനെ വ്യാഖ്യാനിക്കുന്നവരുടെ കുഴപ്പമാണ്. ഉപനിഷത്ത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നാമരൂപങ്ങൾ എന്ന പ്രാധാന്യത്തിൽ എടുത്തു പറയുകയാണ്. നാമരൂപങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ചെല്ലുന്നതോടുകൂടി പിന്നെ എം.ആർ. രാജേഷ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പേരിനൊന്നും പ്രസക്തിയില്ല. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടോ? ജീവാത്മാവിന് മരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രസക്തിയില്ല. അപ്പൊ പിന്നെ ആത്മദൃഷ്ടി ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ പ്രസക്തി ഇല്ല എന്ന് പറയുകയാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, നദികൾ ജീവാത്മാക്കളായിട്ട് കണക്കാക്കാം, സമുദ്രം ഈശ്വരനായി കണക്കാക്കാം. അപ്പൊ നദികളിൽ നിന്നുള്ള വെള്ളപ്രവാഹം ഈ പറയുന്ന സമുദ്രത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നെ സമുദ്രം ഉണ്ടാവുക. അപ്പൊ ജീവാത്മാക്കൾ, അസംഖ്യം ജീവാത്മാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമേ സമുദ്രം ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രം എന്ന് പറയുന്നത് ഇനി എന്താണ്? അസംഖ്യം ജീവാത്മാക്കളുടെ കൂട്ടം. അത് ശരിയല്ല. കാരണം പരമാത്മാവ് അഖണ്ഡമാണ്. ഒറ്റയൊന്നേ, അഖണ്ഡമായ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. അതിലേക്ക് നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ജീവാത്മാക്കൾ ഒഴുകി വന്നാലേ ഈ പരമാത്മാവ് എന്ന സത്ത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് ശരിയല്ല. ഇവിടെ പറഞ്ഞത് ഇത്രയേ അർത്ഥമുള്ളൂ. ജീവാത്മാക്കൾ അസംഖ്യമുണ്ട്. അവ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും. മോക്ഷത്തിന് പരിശ്രമിച്ച് ജ്ഞാനി മോക്ഷം കിട്ടുമ്പോ പരമാത്മാവിനെ കുറിച്ച് അനുഭവിക്കുമ്പോ തന്റെ നാമരൂപങ്ങളെ വിസ്മരിക്കും. സാഹിത്യ ടീച്ചറാണെന്നോ വിവേകാണെന്നോ സുരേഷ് പെരുവയിലാണെന്നോ ഉള്ള വിചാരം ഇല്ലാണ്ടാവും. പിന്നെ ആരെ കുറിച്ച് അറിയുള്ളൂ? പരമാത്മാവിന്റെ ആനന്ദത്തെ കുറിച്ചാണ് അത് അറിയുന്നതെന്ന് അർത്ഥം മാത്രമേ ഇവിടെയുള്ളൂ. ഒന്നുകൂടി പറയാം. നദികളിൽ നിന്ന് എല്ലാ നദികളും ഇപ്പോ ബംഗാൾ ഉൾക്കടലിലെത്തിയാലും അല്ലെങ്കിൽ ശാന്തസമുദ്രത്തിലെത്തിയാലും അതല്ലെങ്കിൽ അറബിയൻ സീയിലെത്തിയാലും ഈ പോയ നദികളിലെ ജലത്തിന്റെ നിലനിൽപ്പ് നിലനിർത്തുന്നുണ്ട്. അതുപോലെ ജീവാത്മാക്കൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കണം. നാമരൂപങ്ങൾ എന്ന് പറയുന്നത് മാത്രമാണ് മുണ്ടകോപനിഷത്തിലെ ഈ പറയുന്ന മന്ത്രം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോ എല്ലാ പരമാത്മാവിന്റെ നേതൃത്വത്തിലല്ല, കുറെയൊക്കെ ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ ജീവാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്? അതിനെക്കുറിച്ച് പറയുകയാണ്. ഏതൊക്കെയാണ്? നമുക്ക് ബ്രഹ്മസൂത്രം എടുക്കുന്ന സമയത്ത് വേദാന്ത ദർശനത്തില് പറയാണ്, അതാതോ ബ്രഹ്മജിജ്ഞാസ. ആർക്കാണോ ബ്രഹ്മത്തിൽ ജിജ്ഞാസയുള്ളത് ആ ജീവാത്മാവ് അത് പഠിക്കേണ്ടത്. ബ്രഹ്മത്തിൽ ജിജ്ഞാസ ആർക്കാണോ, ആ ജിജ്ഞാസ ആരിലാണോ ഉളവാകുന്നത്, ആ ഉളവാകുന്നവന് ജീവാത്മാവാണ്. അത് പരമാത്മാവ് തന്നെയാണെങ്കിൽ പിന്നെ അതിന് ആരിലാണ് ജിജ്ഞാസ? എന്ന് മാത്രമല്ല, അടുത്ത സൂത്രത്തിൽ ജന്മാദ്യസ്യ യതഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അർത്ഥം? ശരിക്കും പഠിക്കേണ്ടതാണ്. ബ്രഹ്മസൂത്രത്തിലെ ജന്മാദ്യസ്യ യതഃ എന്ന സൂത്രത്തിന്റെ അർത്ഥം ജഗത്തിന്റെ ഉൽപ്പത്തി തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നത് ബ്രഹ്മമാണ്, അത് ജീവാത്മാവല്ല. ഈ കാണുന്ന ജഗത്തിന്റെ രൂപപരിണാമങ്ങളുടെ രൂപത്തിൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്ന ആരാണ്? ബ്രഹ്മമാണ്. അതാരല്ല? ജീവാത്മാവല്ല. അപ്പൊ ജീവാത്മാവിന് ഈ പറയുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല, വേദാന്ത ദർശനത്തിൽ അപ്പൊ ഈ അംശ-അംശി ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അംശ-അംശി ബന്ധം. അതായത് ബ്രഹ്മം അഗ്നിയാണ്. അഗ്നിയുടെ അംശമാണ് സ്ഫുലിംഗം. കണ്ടിട്ടുണ്ടോ? ആ സ്ഫുലിംഗം പോലെയാണ് ജീവാത്മാവ് എന്ന് പറയാറുണ്ട്. ഇത് നേരത്തെ അറിയുന്നതുകൊണ്ടായിരിക്കും വ്യാസൻ ഇത് സംബന്ധിച്ച് ഒരു വലിയ സൂത്രം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സൂത്രം ഇതാണ്: ഈശ്വരൻ അഖണ്ഡമായതുകൊണ്ട് അംശോ നാനാ വ്യപദേശ ദസ്യഥാചപി ദാശഹിത വാദിത്വ മദീയതേ ഏകേ. വേദാന്ത സൂത്രത്തിൽ 2-3. ഇതിന് ശ്രീശങ്കരന്റെ വ്യാഖ്യാനം വളരെ മനോഹരമാണ്. ആചാര്യപാദർ കൊടുത്ത വ്യാഖ്യാനം കേൾക്കണം. ജീവ ഈശ്വരസ്യ ശോഭവിതുമർഹതി യഥാദോ വിസ്ഫുലിംഗഃ അംശ ഇവ അംശോ നഹി നിരവയവസ്യ മുഖ്യാംശ സംഭവതി. 2:3:43 ശങ്കര ഭാഷ്യം. അതായത് ആത്മാവ് പരമാത്മാവിന്റെ
തീപ്പൊരികൾ തീയുടെ അംശം പോലെ ഇവിടെ നിരവയവത്തിന് അംശം ഉണ്ടാകാത്തത് കൊണ്ട്, അവയവമില്ലാത്തതിന് എന്താ അങ്ങനെയാണ് അംശം ഉണ്ടാകുക? ഈശ്വരന് അവയവമേ ഇല്ല, അവയവമേ ഇല്ല എന്നതുകൊണ്ട് അംശം എന്നതിനർത്ഥം അംശത്തെ പോലെ എന്നെടുത്താൽ മതി. ഇതാരും അറിയാം. ഇത് മാത്രമല്ല, ശങ്കര ഭാഷ്യത്തിന് വാചസ്പതി മിശ്രൻ കേട്ടിട്ടുണ്ടാവും. ശങ്കര ഭാഷ്യത്തിന്റെ കർത്താവിന് ശങ്കര ഭാഷ്യം, ശങ്കരാചാര്യരുടെ ഈ വേദാന്ത സൂത്രങ്ങൾക്ക് ഭാഷ്യം എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് വാചസ്പതി മിശ്രൻ. അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിന്റെ പേര് ഭാമതി എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാമതിയുടെ ടീക്ക, ഭാമതി ടീക്ക എഴുതാനുണ്ടായ കാരണമുണ്ട്, ഈ പേരിൽ വരാൻ കാരണമുണ്ട്. അദ്ദേഹം വിവാഹം കഴിഞ്ഞ്, ഈ വാചസ്പതി മിശ്രൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് എഴുതാൻ തുടങ്ങി. അപ്പോ വിവാഹം കഴിച്ചതിന് ശേഷം ഇങ്ങനെ എപ്പോഴും ഭാര്യ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും, അത് കഴിക്കും, വീണ്ടും എഴുതും, വീണ്ടും കഴിക്കും. അങ്ങനെ ഇതെല്ലാം അവസാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും. അപ്പൊ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ചോദിച്ചു, എന്നെ അറിയില്ലേ, ഞാനാണ് അങ്ങയുടെ ഭാര്യ ഭാമതി. കാരണം ഇതിൽ ഒഴുകിയത് കൊണ്ട് അദ്ദേഹത്തിന് ഭാര്യയുടെ മുഖം പോലും മറന്നുപോയി. അത്രയും ഈ വേദാന്ത ഭാവത്തിൽ അദ്ദേഹം മുഴുകിപ്പോയതാണ്. അപ്പോ ഭാമതി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീക്കയുടെ പേര് എങ്ങനെ എഴുതിയെന്നാണ്? ഭാമതി എന്ന ടീക്കയ്ക്ക് വ്യാഖ്യാനത്തിന് പേരെഴുതി. ആ ഭാമതി ടീക്കയെ, ഭാമതിയുടെ വ്യാഖ്യാനത്തിൽ എന്താണ് പറയുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് വാചസ്പതി മിശ്രനും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈശിതനും ഈശനും, ഈശിതൻ ഈശൻ, ഈശനാണ് ഈശ്വരൻ, ഈശ്വരൻ എന്റെ സ്വന്തം. അതാണ് ആരാണോ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നത് ഈശ്വരൻ. ജിജ്ഞാസുവും ജിജ്ഞാസ്യനും, ജിജ്ഞാസുവും ജിജ്ഞാസ്യനും, ജ്ഞാതാവും ജ്ഞേയവും. ജ്ഞാതാവ് ആരാണ്? ജ്ഞാതാവ് ഞാനാണ് ജ്ഞാതാവ്. ജ്ഞേയം എന്താണ്? ഈശ്വരനാണ്. നിയമത്തിനും നിയന്താവും, നിയമം അനുസരിക്കുന്നവർ, നിയമം പറഞ്ഞു തരുന്നവർ, ചെയ്യിക്കുന്നവർ. ആധേയവും ആധാരവും. ഭൂമി, ഞാൻ നേരത്തെ ഗീതയിൽ ഉദ്ധരിച്ച വാക്യം മറക്കരുത്. ആധേയമില്ലാത്തതല്ല ഭൂമി, ഈ പറയുന്ന പ്രപഞ്ചം. അപ്പൊ ആധേയവും ആധാരവും, ആധേയം ഭൂമി, ആധാരം ഈശ്വരൻ. ആധേയം പ്രപഞ്ചം, ആധാരം ഈശ്വരൻ. ഈ വ്യത്യാസം ഉണ്ടാവുകയില്ല ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. അപ്പൊ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ, അഭേദം കൽപ്പിച്ചാൽ, രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരും. ഈശ്വരനും ഈശ്വരനും ജിജ്ഞാസുവും ജിജ്ഞാസ്യനും, ജ്ഞാതാവും ജ്ഞേയവും, നിയമ്യനും നിയന്താവും, ആധേയവും ആധാരവും തമ്മിൽ വ്യത്യാസം ഇല്ലാന്ന് പറയും. കപ്പം സോസർ വേണ്ടേ? ആധാരം എന്ന് പറയുന്നത് സോസർ. എന്തായാലും പറയും, അങ്ങനത്തന്നെയല്ലേ പറയും, എനിക്കത്ര വിവരമൊന്നും ഇല്ലേ, എന്തായാലും അങ്ങനെ എന്തോ ഒരു വസ്തു. ഇനി രണ്ടാമത്തെ കാര്യം, ഭാമതി ടീക്കയിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, സ്ത്രീ പുരുഷ ഭേദവും ജീവാത്മ പരമാത്മ ഭേദത്തെ കാണിക്കുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് പരമാത്മ ജീവാത്മ ഭേദത്തെ കാണിക്കുന്നു. 3, ജീവാത്മാവ് നിരവയവ ബ്രഹ്മത്തിന്റെ അംശമാവുകയില്ല. അംശമാവണമെങ്കിൽ അവയവം വേണം. ഏതെങ്കിലും അവയവം ഒരു വസ്തുവിനെ എന്തുണ്ടാവുള്ളൂ? അംശം ഉണ്ടാവും. എന്റെ ശരീരത്തിന്റെ അംശം കിട്ടി എന്ന് നിങ്ങൾ പറയാം. കാരണം എന്റെ ശരീരത്തിൽ നിരവയവനായ ബ്രഹ്മം, 4 പാടും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തിന് എന്താ അവയവം? അവയവമില്ലാത്തതിന് എന്താ അംശം? മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ, ജീവാത്മാവ് പരമാത്മാവിന്റെ അംശം ആണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖം പരമാത്മാവിന്റെ ദുഃഖമായി മാറും. അങ്ങനെ ഉണ്ടാവാലോ. പിന്നെയോ, മോക്ഷം കിട്ടിയ ആത്മാവിന് സമസ്ത ജീവികളുടെയും ദുഃഖം ഉണ്ടാവാനിട വരും. കാരണം എല്ലാവരും ഒന്നാണെങ്കിൽ, ഞാനും നിങ്ങളും ഒക്കെ ഒന്നാണെങ്കിൽ, ജീവാത്മാക്കളൊക്കെ ഒന്നാണെങ്കിൽ
എനിക്ക് മോക്ഷം കിട്ടുന്നതിന് വിശേഷമില്ല. അടുത്തിരിക്കുന്ന ബാബുവിന് മോക്ഷം കിട്ടിയില്ലേ ഞാൻ കുടുങ്ങി. കാരണം അയാൾ ദുഃഖമൊക്കെ എനിക്ക് വരും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ഞാൻ വേറെ, ബാബു വേറെ. അപ്പൊ തീയും തീപ്പൊരിയും തമ്മിലുള്ള തെറ്റിദ്ധാരണാജനകമായ ഉദാഹരണം ഒഴിവാക്കുക. തീ ഒരു ഭൗതിക വസ്തുവാണ്. ഭൗതിക വസ്തുക്കൾ എടുത്തിട്ട് ആധ്യാത്മിക ഉദാഹരണം പറയാൻ ശ്രമിച്ചാൽ പരാജയം ഉണ്ടാവും. ഇത് വളരെ കൃത്യമായിട്ട് നോക്കൂ. ഗീതയിൽ തന്നെ നിങ്ങൾ ഗീത എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തപജാർജുന താന്യഹം വേദ സർവാണി നത്വം വ്യർത്ഥ പരന്തപ. ഗീത 4-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. എന്താ പറയുന്നത്? അല്ലയോ അർജുന, എന്റെയും നിന്റെയും ധാരാളം ജന്മങ്ങൾ കഴിഞ്ഞുപോയി. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, നിനക്കില്ല. കാരണം എന്താ? നീ ഇങ്ങനെ ഈ പറയുന്ന മായാമോഹിതമായ പ്രപഞ്ചത്തിൽ പെട്ടിങ്ങനെ കിടന്നുഴലുക. അതുകൊണ്ട് നിനക്ക് ഈ കഴിഞ്ഞ ജന്മങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ അതിൽ നിന്ന് നിന്നകർമ്മ ലിപ്യതയെന്നലേ എന്ന ചിന്തയോടുകൂടി മാറി നിൽക്കുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. വളരെ കൃത്യമായി പറയുകയാണ്. അതുപോലെ തന്നെ ഗീതയിലെ 7-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം എടുത്ത് പരിശോധിച്ചാൽ ത്രിവിധ ഗുണമേർ ഗുണമയേർ ഭാവേതി സർവമിദം ജഗത് മോഹിതം നാഭിജാനാനി ജാനാതി മാവേഭ്യ പരമം ജയം എന്ന് പറഞ്ഞു കാണാം. എന്താണ് അവർ പറയുന്നത്? സാത്വികം രജസ്തമോ ഗുണങ്ങൾ അഥവാ രാഗദ്വേഷ മോഹാദി ഭാവങ്ങളെ കൊണ്ട് ഈ സമസ്ത ജഗത്തും പ്രാണി സമൂഹവും മോഹിതരായി കഴിയുന്നു. അതിനാൽ പരമ അവ്യയനായ എന്നെ അവർ അറിയുന്നു. ഇതാണ് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ, ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഗീത വരികയാണ്. ഗീത പഠിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഗീത തന്നെ ഞാൻ എടുക്കുക. വേദമന്ത്രങ്ങളില്ലാത്തത് കൊണ്ടോ ദർശനങ്ങളില്ലാത്തത് കൊണ്ടോ ദാർശനികമായ മന്ത്രങ്ങൾ എന്റെ കൈവശങ്ങളില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഗീതയെ തന്നെ എടുത്ത് ഞാൻ ഉദാഹരിക്കുകയാണ്. സാത്വികം രാജസികം താമസിക ഗുണങ്ങളാണ്. അഥവാ രാഗദ്വേഷ മോഹാദി ഭാവങ്ങളെ കൊണ്ട് ഈ കാണുന്ന എല്ലാ ജഗത്തും പ്രാണി സമൂഹവും മോഹിതരായി കഴിയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഒറ്റയടിക്ക് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. രാഗദ്വേഷാദികൾ മൂലം പരമാത്മാവിനെ അറിയാൻ കഴിയാത്തവനായി ജീവാത്മാവ് മാറി. അപ്പോൾ പരമാത്മാവിനെ അഥവാ ഈശ്വരനെ അറിയാൻ ഈ മോഹകലിലത്തിൽപ്പെട്ട് പെടുകയാണോ വേണ്ടത്? ആണോ? പരമാത്മാവിനെ അറിയാൻ വേണ്ടി എണ്ണ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കുക. ഞാൻ പറഞ്ഞുള്ളത് കൊണ്ടാ നിങ്ങളുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചോളൂ. ബുദ്ധിക്ക് ഇണങ്ങുന്നതാണ് സ്വീകരിക്കുക, ബുദ്ധിക്ക് ഇണങ്ങാത്തതാണെങ്കിൽ സ്വീകരിക്കരുത്. എന്താ പറയുന്നത് കൂടി ശ്രദ്ധിക്കൂ. രാഗദ്വേഷാദി മോഹങ്ങൾ മൂലം പരമാത്മാവിനെ അറിയാൻ കഴിയാത്ത ജീവാത്മാവായി തീർന്നിരിക്കുന്നു. നമ്മുടെ ജീവാത്മാവ് മോഹിതരായിപ്പോയി, ഇതിൽ പെട്ടുപോയി, ഈ പ്രകൃതിയിൽ പെട്ടുപോയിരിക്കുന്നു. ഈ പ്രകൃതിയിൽ നിന്ന് അകലാൻ കഴിയണം ജീവാത്മാവിന്. അത് അറിയാത്തത് കൊണ്ടാണ് അർജുന നീ കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ച് അറിയാത്തത്. എന്നാൽ അത് മാറിയത് കൊണ്ട് എനിക്കിത് മനസ്സിലാകും. പിന്നെ എന്താണ് പറയുന്നത്? അടുത്ത തത്വം എന്താണ്? ഇതേ ശ്ലോകത്തിലെ അടുത്ത 2-ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് നോക്കൂ. സത്വാദി ഭാവങ്ങളിൽ നിന്ന്, ജന്മ മരണ ദുഃഖങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പരമാത്മാവുണ്ട്. നോക്കൂ, പ്രാണി സമൂഹവും മോഹിതരായിരിക്കുന്നു. പരമ അവ്യയനായ, ഇതിൽ പെടാത്ത അവ്യയനായ എന്നെ അവർ അറിയുന്നില്ല. ഈശ്വരനെ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പോയി പെടരുത്. ഇതിനകത്ത് നിങ്ങൾ പെട്ടാൽ ആരെ അറിയാൻ പറ്റില്ല? അവ്യയനായ ഈശ്വരനെ അറിയാൻ പറ്റില്ല. പിന്നെയോ പ്രാണി സമൂഹം ഏതിലാണ് മോഹിതരായിരിക്കുന്നത്? ഏതിലാണ് മോഹിതരായിരിക്കുന്നത്? കാരണം പ്രാകൃത ഭാവങ്ങൾ, സത്വരജസ്തമസ് എന്ന് പറയുന്ന പ്രാകൃത ഭാവങ്ങളാണ്. നോക്കൂ, സാങ്കേദർശനം, വേദാന്ത ദർശനം, ഗീത, വേദങ്ങൾ എന്നിവയെല്ലാം എടുത്തു പരിശോധിച്ചാൽ ഇവയിലൊന്നും പരസ്പര വൈരുദ്ധ്യങ്ങളില്ല. ഇവ ഏകത്ര ഒരു മണികളാൽ സൂത്രമായ മണിഗണ സൂത്രവിവ. സൂത്രം എന്ന ധാരയിൽ ഒരു മാല എന്ന പോലെ കോത്തിരിക്കുന്ന ആശയങ്ങളെ നേരാ
ചൈതന്യം കാണുന്നത് ഭ്രാന്തി ദർശനമാണ്. അതായത് ഇല്ലാത്തതിന്റെ മുകളിൽ ഉള്ളതിനെ കാണാൻ ശ്രമിക്കുക. ഇതാണ് രാത്രി പാമ്പിനെ കണ്ട് കയറാണെന്നോ കയറിനെ കണ്ട് പാമ്പാണെന്നോ തോന്നുന്ന ഭ്രാന്തി ദർശനം. ഇത് ഭ്രാന്തി ദർശനമാണ്. ഇല്ലാത്തതിന്റെ മുകളിൽ ഉള്ളതിനെ ആരോപിക്കുക. രണ്ട് ഉള്ള വസ്തുക്കളെ എടുത്ത് രണ്ട് ഉള്ള വസ്തുക്കളിൽ ഒന്നിലുള്ള അഭാവത്തെ കുറിക്കാൻ വേണ്ടി മറ്റൊന്നിനെ കാണിക്കുക. മനസ്സിലായെന്ന ഭാവന ഇരിക്കുന്നവരെല്ലാം ഇതൊന്നുകൂടി വീണ്ടും പഠിക്കുക. എന്നിട്ട് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുക എളുപ്പമല്ല. കാരണം ആത്മജ്ഞാനം പ്രയത്നിച്ച് നേടേണ്ടതാണ്. പ്രയത്നിക്കാതെ ആത്മജ്ഞാനം ലഭ്യമല്ല. കർമ്മഫലം കൊണ്ട് നിങ്ങൾക്ക് നല്ല സുന്ദരമായ ശരീരം കിട്ടിയിരിക്കാം. കർമ്മഫലം കൊണ്ട് നിങ്ങൾക്ക് ധനം കിട്ടിയിരിക്കാം. കർമ്മഫലം കൊണ്ട് നിങ്ങൾ